ചടയമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രകടനമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രകടനത്തിൽ വന്ന എല്ലാവരും മുൻനിരയിലെ കസേരകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യോഗ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ഒരു ജാഥാംഗം എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ യോഗം ആരംഭിക്കുന്നതാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ കൂടെ ആയിരിക്കും ഇവിടെ. അത് എന്തോ പഠിക്കാൻ അവിടെ ഫ്രണ്ട് കസേര ഇട്ടിട്ട് പോയി നമുക്ക് അതിൻ്റെ കമ്പനി വേണ്ട. താഴെ ക്യാമറ ഇരിക്കുക. അതന്നെ നമ്മളങ്ങോട്ട് പോയി. നാളെ വിളിക്കാം. അവരെ വിളിച്ചാൽ നമസ്കാരം. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന പുതുമുഖ യാത്ര അല്പസമയത്തിനുള്ളിൽ ചടയമംഗലത്ത് എത്തിച്ചേരും. അതിന് മുന്നോടിയായിട്ടുള്ള പൊതുയോഗത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഈ സമ്മേളന നഗരിക്ക് ചേർന്ന് MC റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ ദയവായി അവിടെ നിന്നും മാറ്റേണ്ടതാണ്. ഗതാഗത തടസ്സമുണ്ടാകാത്ത തരത്തിൽ ആ വാഹനങ്ങളെല്ലാം തന്നെ മറ്റ് പാർക്കിംഗ് ഏരിയകളിലേക്ക് മാറ്റിയിടേണ്ടതാണ്. തട്ടിയിടല് പ്രത്യേകം എടുത്ത് കാണിക്കുന്നു. വേറെ മാറി അപ്പോൾ അങ്ങനെയും കാണിക്കാൻ വേറെ ഒരുപാടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പൊതുയോഗം ആരംഭിക്കും. ഇപ്പോൾ ചടയമംഗലം KSRTCയുടെ പഴയ മൈതാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഗ്രൗണ്ടിലാണ് സ്റ്റേജ് മറ്റു കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ തന്നെ ജനപ്രവാഹമാണ്. ഇപ്പോൾ ചടയമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്, ജാഥകളായിട്ട് വരുന്നുണ്ട്. ഇനിയും ഒത്തിരി പേര് എത്തിച്ചേരുന്നുണ്ടെന്ന് ആണ് സംഘാടകർ പറയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പൊതുയോഗം ആരംഭിക്കുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളും. തത്സമയ സംരക്ഷണത്തിലാണ് ഞങ്ങൾ. ഈ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം പറയുകയാണ്. ഇപ്പോൾ വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതൃത്വ നിലയിലുള്ള KPCC ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ വേദിയിലുണ്ട്.
അതോടൊപ്പം തന്നെ KPCC DCC ജനറൽ സെക്രട്ടറി VO സാജൻ വേദിയിലുണ്ട്. KPCC എക്സിക്യൂട്ടീവ് അംഗം D ചന്ദ്രബോസ് വേദിയിലുണ്ട്. അതേപോലെ തന്നെ ചടയമംഗലത്ത് K രാധാകൃഷ്ണപിള്ള വേദിയിലുണ്ട്. അതുപോലെ തന്നെ ഇടുക്കുവ അക്കോണം വാർഡ് മെമ്പർ ശ്രീ സാംരാജും വേദി പങ്കെടുക്കുന്നു. അതോടൊപ്പം നമ്മൾ കിഴക്കോട്ട് മാറി നോക്കിയാൽ ശ്രീ ചിതറ മുരളി വേദിയിൽ ഉണ്ട്. അതായത് കോൺഗ്രസിൻ്റെ ചിതറ മണ്ഡലം അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് ശ്രീകുമാർ വേദിയിലുണ്ട്. അതോടൊപ്പം തന്നെ VT സിബി വേദിയിലുണ്ട്. അങ്ങനെ ഒട്ടനവധി. അതിന് ഏറ്റവും നമുക്ക് ശ്രദ്ധേയമായി തോന്നുന്നത് അടുത്ത കാലത്ത് CPI വിട്ടുപോയി ഇടതുഭരണം തകർത്ത കേരളത്തെ രക്ഷിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചടയമംഗലത്ത് എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് സമസ്ത മേഖലകളും തകർത്തെറിഞ്ഞ കേരളത്തെ വീണ്ടെടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമായി പ്രതിജ്ഞയെടുത്തുകൊണ്ട് കർമ്മോജ്ജലനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഫെബ്രുവരി 6-ന് ആരംഭിച്ച് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് സമസ്ത മേഖലകളിലെയും ജനവിഭാഗങ്ങളെ കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ സമ്മേളന വേദികളിൽ അഭിവാദ്യം ചെയ്തുകൊണ്ടിതാ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചടയമംഗലത്തിന്റെ മണ്ണിൽ ജഡായുവിന്റെ മണ്ണിലേക്ക് കേരളത്തിന്റെ പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടന്നുവരികയാണ്. ചടയമംഗലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻപിച്ച വരവേൽപ്പ് ചടയമംഗലത്ത് നടത്തുകയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MM നസീറിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നൂറുകണക്കിന് ആയിരക്കണക്കിന് UDF പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പങ്കെടുക്കുകയാണ്. ഈ പുതുയുഗ യാത്രയുടെ സമ്മേളനം ഒരു വൻപിച്ച വിജയമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള UDFന്റെ പ്രവർത്തകന്മാർ ഈ കസേരകളിലേക്ക് കടന്നിരുന്ന പ്രതിപക്ഷ നേതാവ് കടന്നു വരുമ്പോൾ ഇവിടെ നിന്ന് ജാഥയായി പോലീസ് സ്റ്റേഷനിലെ സൊസൈറ്റി മുക്കിലേക്ക് പോയി അവിടെ നിന്ന് തുറന്ന വാഹനത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ചാനയിച്ച് ഈ സമ്മേളന നഗരിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇവിടെ നിൽക്കുന്ന UDFന്റെ ഉത്തരവാദിത്വമുള്ള പ്രവർത്തകർ അവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിലെ ഡ്രൈവർമാരോട് ആ വാഹനം അവിടെ നിന്ന് മാറ്റിയിടണമെന്ന് പോലീസ് കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര കടന്നു വരുമ്പോൾ റോഡ് ബ്ലോക്ക് ആകാതിരിക്കാൻ, പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് അസൗകര്യമുണ്ടാകാതിരിക്കാൻ ഈ പരിപാടിയോട് സഹകരിക്കുവാൻ ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ ഉടൻ തന്നെ അത് അവിടെ നിന്ന് മാറ്റി മറ്റു സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് പാർക്ക് ചെയ്യണം എന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തെ തകർത്തെറിഞ്ഞ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിന്റെ സമസ്ത മേഖലകളും തകർത്തെറിഞ്ഞ ഇടത് കിരാത ഭരണത്തിന് അന്ത്യം കുറിക്കുവാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചടയമംഗലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ യാത്രയെ വരവേൽക്കുവാൻ ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ 14 UDF മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൻപിച്ച വരവേൽപ്പ് നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരോടും വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗം ഔപചാരികമായി തുടങ്ങുന്നത് ജാഥ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇവിടെ എത്തിച്ചേരുമ്പോഴാണ്. ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നത് സാധാരണയായി നമ്മൾ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള സൊസൈറ്റി മുക്കിൽ നിന്നാണ്. ജാഥ ക്യാപ്റ്റന്റെ തുറന്ന വാഹനം അവിടെ സജ്ജമായിട്ടുണ്ട്. ഈ യോഗം തുടങ്ങി ജാഥ ക്യാപ്റ്റൻ പുനലൂരിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് നമുക്ക് ആ സൊസൈറ്റി മുക്കിലേക്ക് പോകേണ്ടതുണ്ട്. എല്ലാവരും കൊടികളുമായിട്ടായിരിക്കണം അങ്ങോട്ട് വരേണ്ടത്.
ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ജാഥയുടെ സ്ഥിരാംഗമായിട്ടുള്ള അരൂരിലെ മുൻ MLA-യും മുൻ AICC സെക്രട്ടറിയും കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇവിടെ വന്നിട്ടുണ്ട്. വർഷങ്ങളായി കേരളത്തിലെ UDF-ന്റെയും KPCC-യുടെയും ജാഥകളിൽ സ്ഥിരാംഗമായി ഈ സംസ്ഥാനത്തെ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് എക്കാലവും ഒരു മുഖമുദ്രയായി കോൺഗ്രസിന്റെ പ്രതീതിയായി വർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ സഹോദരിയും കോൺഗ്രസിന്റെ സമുന്നതയായ നേതാവുമായ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇവിടെ ആമുഖമായി പ്രസംഗം ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ ഞാൻ ക്ഷണിക്കുന്നു. ഈ വേദിയിലും ഈ പരിസരത്തും നിൽക്കുന്ന എല്ലാവരും ഇവിടെയുള്ള കസേരകളിൽ ഇരിക്കണം. അങ്ങനെ കസേരകൾ നിറയുമ്പോഴാണ് സദസ്സിന്റെ ഒരു ഭംഗി നമുക്ക് വരുന്നത്. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രകടനങ്ങൾ വന്നു കൊണ്ടിരിക്കുകയാണ്. പലരും പുറപ്പെട്ട് കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വരുന്നതോടുകൂടി ഈ സമ്മേളന നഗരി വലിയ സമ്പന്നമായി നിറഞ്ഞു കവിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ റോഡിന് സൈഡിലുള്ള വാഹനങ്ങൾ അവിടെ അതിന്റെ ഡ്രൈവർമാർ അതിന്റെ ഓണർമാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് മാറ്റിയിടണം. കാരണം പ്രതിപക്ഷ നേതാവിന് ആയൂരിൽ നിന്ന് വരുമ്പോൾ ഒരു ഗതാഗത തടസ്സം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ എളമാട് പഞ്ചായത്തിലെ ചെറുവക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപു ജോർജിന്റെയും PO പാപ്പച്ച സാറിന്റെയും നേതൃത്വത്തിലുള്ള പ്രകടനം ഈ സദസ്സിലേക്ക് വരുന്നു. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇവിടെ പ്രസംഗിക്കും. ഏറ്റവും ബഹുമാന്യ അധ്യക്ഷൻ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയരായ നേതാക്കളെ, ഞാൻ സത്യത്തിൽ KPCC-യുടെ ജനറൽ സെക്രട്ടറി MM നസീർ ഒരുപാട് വിശേഷണങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് തവണ ചടയമംഗലത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് പോയത് തന്നെ അരുൺ രാജിൻ്റെ അമ്മയൊന്ന് കാണാൻ വേണ്ടി പോയതാണ്. കാരണം വളരെ അടുത്ത കുടുംബമായതുകൊണ്ട് അവിടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ വന്നിരുന്നു. അങ്ങനെ ഒരുപാട് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ചടയമംഗലം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഫെബ്രുവരി 6-ാം തീയതി കാസർഗോഡ് കുമ്പളയിൽ നിന്ന് തുടങ്ങിയ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നയിക്കുന്ന ഈ പൊതുയുഗ യാത്ര ഇന്ന് 13ാമത്തെ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലയുടെ പര്യടനം പൂർത്തിയാകുമ്പോൾ 13 ജില്ല കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് നമ്മൾ കയറുകയാണ്. ഒരുപാട് രാഷ്ട്രീയ ജാഥകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയ ജാഥകൾ നിങ്ങൾ വരവേറ്റിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ജാഥയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ അത് പ്രിന്റ് ദൃശ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ നോക്കി വിശകലനം ചെയ്തിരിക്കുന്നവരാണ്. ഈ ജാഥ നമ്മൾ ഇതുവരെ കണ്ട ജാഥയല്ല, അതുക്കും മേലെയാണ് എന്ന് ആദ്യം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ജാഥയിൽ ഒരു 2 ദിവസത്തെ പര്യടനമുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരു ദിവസം, ഒറ്റ ദിവസത്തെ മാത്രം പര്യടനമുള്ള പത്തനംതിട്ട, ഇടുക്കി, അതുപോലെ വയനാട് ജില്ലകൾ ഒറ്റ ദിവസം, ആദ്യത്തെ ദിവസം തന്നെ രാവിലെ നടക്കുന്ന ഒരു സംവാദ പരിപാടിയുണ്ട്. സംവാദം എന്ന് പറയുമ്പോൾ ഒരു ആശയവിനിമയമാണ്. ഈ ആശയവിനിമയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, പത്രക്കാരടക്കമുള്ളവർ, ഞങ്ങളൊക്കെ സ്ഥിര ജാഥാംഗങ്ങളാണ്, ഇത് സംവാദം എന്ന് പറയുന്നത് പ്രമുഖരുമായിട്ടുള്ള സംവാദമാണോ എന്ന് ചോദിക്കും. കാരണം കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തുന്നത് പോലെ പ്രമുഖരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ ജാഥ നയിക്കുന്നത് ചോദിക്കും. പക്ഷെ അല്ല. ഈ ജാഥയുടെ ഭാഗമായി നടക്കുന്ന സംവാദത്തിൽ, പുതുയുഗ പിറവിക്കായി നടത്തുന്ന സംവാദത്തിൽ പങ്കെടുക്കുന്നത് സമൂഹത്തിന്റെ സകല മേഖലകളെയും പ്രതിനിധീകരിക്കുന്നവരാണ്. അതിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ടുള്ള സഹോദരങ്ങളുണ്ട്, അതിനകത്ത് പാചക തൊഴിലാളികളുണ്ട്, തട്ടുകട നടത്തുന്ന ആളുകളുടെ പ്രതിനിധികൾ വരുന്നുണ്ട്, അവിടെ എഴുത്തുകാർ വരുന്നുണ്ട്, അവിടെ പത്രമാധ്യമ പ്രവർത്തകരെത്തുന്നുണ്ട്, അവിടെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പറയുന്നതിന് വേണ്ടി എത്തുന്നവരുണ്ട്,
തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ PSC നിയമനം പ്രതീക്ഷിച്ച് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും കഴിഞ്ഞുകൂടുന്ന ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ സകല മേഖലകളിലെയും ആളുകൾ അവിടെ എത്തുകയാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പറയാനുള്ള ഒരു ഒറ്റ കാര്യമാണ്, കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും നിരന്തരമായിട്ട് ആവശ്യപ്പെട്ട വിഷയങ്ങൾ, അതിനി പരിഹാരം ഇടതുമുന്നണി കാണണ്ട, പിണറായി വിജയൻ കാണണ്ട. മെയ് മാസത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാധാരണക്കാരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് അവർ പറയുന്നത്. അത് ജനങ്ങൾ ഈ ജാഥയ്ക്ക് അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണ്. ജനങ്ങൾ ഈ ജാഥയെ ചേർത്ത് പിടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുവരുന്ന ഈ ജാഥ തുടങ്ങിയതിനു ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി നമ്മളൊന്ന് വിശകലനം ചെയ്യണം. ജാഥ തുടങ്ങി ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇടതുപക്ഷത്തിനൊപ്പം എല്ലാ കാലത്തും നിൽക്കുന്ന, ഇടതുപക്ഷത്തിന്റെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന, വലിയ നമുക്കെല്ലാം വലിയ ബഹുമാനമുള്ള സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. ബഹുമാന്യനായ നമ്മുടെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട വിഷ്ണുനാഥ് MLA വരുന്നത് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അപ്പോ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവി അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള കവിതാ സമാഹാരങ്ങളൊക്കെ ഉണ്ട്. കോഴിപ്പങ്ക്, സത്യവാങ്മൂലം എന്ന് പറയുന്ന കവിതകളൊക്കെ ഉണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം ദുർഭരണത്തിലേക്ക് വഴിമാറിയതുകൊണ്ട് ഇടതുപക്ഷം ഇനി കേരളം ഭരിക്കാൻ പാടില്ല. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണം, CPM-ന്റെ ഭരണം അവസാനിക്കണമെന്ന് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന എഴുത്തുകാരനാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം നമ്മൾ കണ്ടു വിശ്വവിഖ്യാതയായിട്ടുള്ള എഴുത്തുകാരി, നോവലിസ്റ്റ് കൂടിയായിട്ടുള്ള സാറ ജോസഫ്. സാറ ടീച്ചർ പറഞ്ഞത് എന്താ? സാറ ടീച്ചർ പറഞ്ഞത് ഇടതുമുന്നണി അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി കേരളത്തിൽ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുന്ന അവസ്ഥയിലാണ്. ജനങ്ങൾ കണ്ണ് തുറന്ന് ജാഗരൂകരായിരിക്കണം. ആരാണ് ഈ ചെകുത്താൻ? ഈ ചെകുത്താൻ എന്ന് പറയുന്നത് വർഗീയതയാണ്. വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു വികസനവും നടത്താൻ കഴിയാതെ, കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ കഴിയാത്ത ഇടതുമുന്നണി, CPM, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM, ജാതിയുടെയും മതത്തിന്റെയും പേരില് ജനങ്ങളെ വിഭജിച്ച് വോട്ട് തട്ടി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത് ഒഴിവാക്കണം. CPM ഇനി വീണ്ടും കേരളത്തിൽ ഭരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട സാറ ജോസഫാണ്. അതിനുശേഷം പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ, അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിൽക്കുന്നയാള്. അദ്ദേഹം ആശാ വർക്കർമാരുടെ സമരത്തെ അനുകൂലിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കസേരയിൽ നിന്ന് കടക്കു പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഇറക്കി വിട്ടു. ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ഈ ഭരണം ഇനി ഇവിടെ തുടരാൻ പാടില്ല എന്ന് പ്രേംകുമാർ കൃത്യമായി പറഞ്ഞു. ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള വിനയൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നയാളാണ് അദ്ദേഹവും വളരെ കൃത്യമായിട്ട് പറഞ്ഞത് കേരളത്തിൽ ഈ അഹങ്കാരം കുത്തിനിറച്ച ഭരണം അവസാനിപ്പിക്കണം, ഇനി ഇവിടെ തുടർ ഭരണം വേണ്ട എന്ന് പറഞ്ഞു. ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ 40 വർഷം അദ്ദേഹത്തിന്റെ സഹയാത്രികനായിരുന്ന സുരേഷ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മുടെ ജാഥ പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോ അദ്ദേഹം കടന്നു വന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതും ഈ ജാഥയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് കഴിഞ്ഞു. ഹസ്കർ നിങ്ങൾക്കറിയാം, കൊല്ലം ജില്ലയില് ഇടതുപക്ഷത്തിന്റെ മുഖമായി ചാനലുകളില് അവർക്ക് വേണ്ടി സംസാരിച്ചിരുന്നയാള് അവരുമായിട്ടുള്ള ബന്ധം വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ചേർന്നതും ഈ ജാഥയുടെ ഇടയിലാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. PK ശശി KTDCയുടെ ചെയർമാൻ, അവരുടെ ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം രാജിവെച്ച് ഇന്ന് നിൽക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലാകമാനം ഇടതുമുന്നണിക്കൊപ്പം നിന്നിരുന്ന എഴുത്തുകാര്, അവർക്കൊപ്പം നിന്ന സൈദ്ധാന്തികര്, അവർക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വലിയ പ്രചരണം നടത്തിയ ആളുകളൊക്കെ ഇന്ന് ആ മുന്നണി വിട്ട് CPM-ഉമായിട്ടുള്ള ബന്ധം വിട്ടുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം വരുന്നെങ്കിൽ അത് കേരളത്തിലെ ഒരു ദിശാസൂചികയായി കണക്കാക്കണം. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മെയ് മാസത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങളും CPM-ന്റെ പ്രവർത്തകരും നേതാക്കളും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കഴിക്കാം, ഞങ്ങൾ പയ്യന്നൂര് വന്നു, ഒരുപാട് ജാഥകളുമായി പയ്യന്നൂര് പോയിട്ടുണ്ട്. പയ്യന്നൂരിൽ ചെല്ലുമ്പോ എല്ലാവരും പറയും പയ്യന്നൂരിലൊന്നും വലുതായിട്ട് നോക്കേണ്ട, പയ്യന്നൂരിന്റെ മണ്ണിന്റെ നിറം ചുവപ്പാണ്,
കണ്ണൂരിലും കാസർഗോഡൊന്നും വലുതായി നോക്കണ്ട. പക്ഷേ അവിടുത്തെ മണ്ണിന്റെ നിറം മാറി, ചുവപ്പ് മാറി, ത്രിവർണ്ണമായി മാറിയ കാഴ്ച ഞങ്ങൾ കണ്ടു. അവിടെ ഗാന്ധി പാർക്ക് മൈതാനത്ത് ഞങ്ങൾ വന്നപ്പോൾ അവിടെ സാധാരണ ഉള്ളതിനേക്കാൾ 4 ഇരട്ടി ആളുകൾ അവിടെ കൂടി. കാരണം എന്താ? കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ് പയ്യന്നൂര്. പയ്യന്നൂരിൽ CPM-ന്റെ നേതാവ് 1970 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമായിട്ടുള്ള കണ്ണൂരിലെ നേതാവ് വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം എന്താണ് പുസ്തകം എഴുതാൻ കാരണം? എല്ലാ CPM നേതാക്കന്മാരും എല്ലാ കമ്മ്യൂണിസ്റ്റുകളും അവരുടെ ഓരോ വർത്തമാനത്തിലും പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഞങ്ങൾക്ക് രക്തസാക്ഷികളുടെ ശ്വാസമാണ്, രക്തസാക്ഷികളുടെ രക്തമാണ് ഒഴുകുന്നത് എന്ന് പറയുന്ന CPM രക്തസാക്ഷിയായിട്ടുള്ള ധൻരാജിന്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ചെടുത്ത തുക അടിച്ചുകൊണ്ടുപോയി എന്നുള്ള പ്രശ്നമാണ് അവിടെ നിലനിൽക്കുന്നത്. വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സീനിയർ നേതാവ്, CPM-ന്റെ പ്രധാനപ്പെട്ട മുഖം, അത് പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷുമൊക്കെ അടുപ്പമുള്ളയാള്, അദ്ദേഹം പറഞ്ഞു ഈ ധൻരാജിന്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ച രക്തസാക്ഷി ഫണ്ട് അതിന്റെ കണക്ക് കാണിക്കണമെന്ന് പറഞ്ഞു. നിരവധി തവണ അവരുടെ പാർട്ടി കമ്മിറ്റികൾ പറഞ്ഞിട്ട് മാർഗമില്ല, ഒരു മറുപടിയില്ല. അവസാനം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ വരെ കണ്ണൂരാണല്ലോ, അവിടെ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ഇരുന്ന മീറ്റിംഗിൽ പറഞ്ഞപ്പോഴും അത് ഫണ്ട് മുഖ്യവരെ അല്ല നടപടിയെടുത്തത്, ഉന്നയിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്ന CPM-ന്റെ നിലപാടാണ് അവിടെ കണ്ടത്. വി കുഞ്ഞികൃഷ്ണൻ എന്ത് തീരുമാനിച്ചു? വി കുഞ്ഞികൃഷ്ണൻ തീരുമാനിച്ചത് അവിടെ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്നുള്ളത് കൊണ്ട് CPM-നകത്ത് ഇതാ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേരാണ് നേതാക്കളെ അണികൾ തിരുത്തണം. നേതാക്കളെ അണികൾ തിരുത്തണം എന്നുള്ള പുസ്തകം എഴുതിയാണ് CPM നേതാവ് വി കുഞ്ഞികൃഷ്ണൻ. ആരാണ് ഫണ്ടടിച്ചു കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്തത്? അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ചു വന്ന മധുസൂദനൻ എന്ന് പറയുന്ന MLA-യുടെ നേതൃത്വത്തില്. പറഞ്ഞിട്ട് പ്രയോജനമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് എല്ലാ കാലത്തും പറയുന്ന പാർട്ടിയാണ് CPM. എഴുതാനും വരയ്ക്കാനും പാടാനും സിനിമ പിടിക്കാനും കഥാപ്രസംഗം പറയാനും ഒക്കെ അധികാരമുണ്ട് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന CPM നേതാക്കളെ അണികൾ തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ എഴുതിയ പുസ്തകത്തെ എന്തിനാണ് ആ പുസ്തക പ്രദർശനം തടയാൻ നോക്കിയത്? ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ വി കുഞ്ഞികൃഷ്ണന്റെ പോസ്റ്ററുകൾ അവിടെയൊക്കെ കരിയോയിലോ ചാണകമോ ചെളിയോ വാരി എറിഞ്ഞ് വി കുഞ്ഞികൃഷ്ണന്റെ മുഖം കാണാത്ത പോലെയാക്കി CPM. പുസ്തക പ്രകാശനം തടയാൻ തീരുമാനിച്ചു. അവിടുത്തെ പൊതുജനങ്ങൾ പൗരാവലി ഇടപെട്ടുകൊണ്ട് ആ പുസ്തകം അവിടെ പ്രസിദ്ധീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ആ പുസ്തകത്തിനകത്ത് 16 അധ്യായങ്ങളാണ്. 1-ാമത്തെ അധ്യായം എന്റെ പ്രിയ സഖാക്കളോട് എന്നുള്ളതാണ്. ആ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ CPM നേതാവ് സഖാക്കളോട് പറയുകയാണ്. എന്റെ പാർട്ടി സങ്കല്പം എന്നുള്ളതാണ് 2-ാമത്തെ അധ്യായത്തിന്റെ പേര്. 16-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ എന്റെ CPM-ലെ അവസാന ദിനങ്ങൾ എന്നുള്ളതാണ്. അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ അതിനകത്ത് ജീർണതയാണ്. ആ പാർട്ടിക്കകത്തെ അഴിമതിയെ സംബന്ധിച്ച, അഴിമതി നടത്തുന്നവരെയും രക്തസാക്ഷിത്വ ഫണ്ട് കട്ടുമുടിക്കുന്നവരെയും സംരക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ചാണ് എഴുതിയത്. പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ളത് ഈ പുസ്തകം ഒറ്റ പുസ്തകം കൊണ്ട് തീരാൻ പോകുന്നില്ല. ഇനിയും കേരളത്തിൽ CPM-ന്റെ അകത്ത് നേതാക്കളെ അണികളെ തിരുത്തണം എന്നുള്ള പുസ്തകങ്ങൾ ഇറങ്ങും. ലോകത്തെ തന്നെ നമുക്കറിയാം, ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ശ്രേണിയില് ഏറ്റവും മുന്നിലുള്ള ശബരിമലയില് അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയതും CPM-ന്റെ നേതാക്കന്മാരാണ്. ഇന്നലെ ഞങ്ങള് പത്തനംതിട്ടയിലായിരുന്നു. അവിടുത്തെ CPM-ന്റെ അണികൾ എത്ര ആളുകളാണ് നമ്മുടെ ജാഥയിലേക്ക് വരുന്നത്, മെമ്പർഷിപ്പ് എടുത്ത് നമ്മളോടൊപ്പം ചേരുന്നത്? അവരൊക്കെ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസികളുടെ മനസ്സിന് നൊമ്പരമുണ്ടാക്കി ദൈവത്തിന്റെ സ്വർണം പോലും കട്ടുകൊണ്ടുപോകുന്ന CPM നേതാക്കൾക്ക് സുരക്ഷയൊരുക്കുന്ന CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കമുള്ള നീക്കങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഈ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട്. അയ്യപ്പ സംഗമം നടത്തിയപ്പോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ചോദിച്ചല്ലോ, നിയമസഭയ്ക്കകത്ത് വിഷ്ണുനാഥ് അടക്കമുള്ളവർ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് എന്താണ് അയ്യപ്പ സംഗമം നടത്താനുള്ള നിങ്ങളുടെ അധികാരം എന്താണ്? വിശ്വാസത്തെ പുച്ഛത്തോടുകൂടി കാണുന്ന ആളുകൾ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കേണ്ടതും ദേവസ്വം വകുപ്പിന്റെ തലപ്പത്തിരിക്കേണ്ടതും വിശ്വാസമുള്ളവരായിരിക്കണം. വിശ്വാസികളുടെ മനസ്സിനെ പിടിച്ചുലച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന CPM അതിനുള്ള അധികാരമില്ല നമ്മൾ പറഞ്ഞു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത
സത്യവാങ്മൂലം തിരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു, ചെയ്യാൻ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോ അയ്യപ്പ സംഗമവുമായി കടന്നു വന്ന CPM-ന് അവിടെയും അടി തെറ്റിയിരിക്കുന്നു. എന്തോരം കള്ളത്തരമാണ് അവർ കാണിച്ചത്, എന്തൊക്കെയാണ് അവിടെ കട്ടെടുത്തത്, എത്ര കോടി രൂപയാണ് അവിടെയും മുക്കിയത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കണ്ടല്ലോ 4001 ടിൻ അരവണയും അതുപോലെ തന്നെ ഉണ്ണിയപ്പവും അതുപോലെ നെയ്യുമടക്കം അതും പങ്കിട്ടെടുത്തു കൊണ്ടുപോയി എന്ന് പറയുമ്പം പാവപ്പെട്ട ആളുകൾ വിശ്വാസത്തിന്റെ പേരിൽ ആത്മനിർവൃതിക്ക് വേണ്ടി നമ്മൾ അയ്യപ്പന്റെ അടുത്ത് അല്ലെങ്കിൽ ദൈവ സന്നിധിയിൽ കാണിക്ക അർപ്പിക്കുന്ന 1 പൈസ തുട്ടുവരെ എടുത്തോണ്ട് പോകുന്ന ആളുകളെ ഒരു കാരണവശാലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് ശക്തമായ ഭാഷയിൽ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. അല്ലെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞു വന്നാല് നിരവധി വിഷയങ്ങളാണ് കേരളത്തിൽ ഈ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇവിടെ പോകുന്നത്. ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആ വകുപ്പിന്റെ ചുമതല ഏറ്റതിന് ശേഷം നടത്തുന്ന കത്രികയുടെ കണക്ക് മാത്രം പറഞ്ഞാൽ തന്നെ ഒരു 5-8 ഉണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജില് അവിടെ ഉഷ ജോസഫ് എന്ന് പറയുന്ന 51 വയസ്സുള്ള സ്ത്രീ 2021 മെയ് മാസത്തിലാണ് അവർക്ക് ഗർഭാശയ സംബന്ധമായ അസുഖമായിട്ട് ആശുപത്രി പോയത്. അവിടെ ശസ്ത്രക്രിയ നടത്തി. അതിനുശേഷം അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥ. എല്ലാ ദിവസവും ആശുപത്രി പോകണം. എത്ര തവണ ചെന്നിട്ടും ഒരു എക്സ്റേ എടുക്കണമെന്നോ ഒന്ന് സ്കാൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു വിദഗ്ധ പരിശോധന വേണമെന്നോ ആരും പറഞ്ഞില്ല. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ വേദന സഹിക്കാൻ വയ്യാതെ തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആ ഉഷ ജോസഫ് അവര് നേരെ ഒരു യൂറോളജിസ്റ്റ്, റിട്ടയർ ചെയ്ത ഒരു യൂറോളജിസ്റ്റിന് എത്തിയെന്നു. അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഒരു സ്കാനിങ് ഒന്ന് നടത്താൻ, എത്ര കാലമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ വേദനയുമായിട്ട് കയറി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു ചെന്നു. റിപ്പോർട്ട് കണ്ടതും അവർക്ക് പിന്നെ ആകപ്പാട് പരിഭ്രാന്തിയായി പോയി. അവര് ബഹുമാന്യനായ കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ടിനെ തുടർന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഉഷ ജോസഫിനെ അങ്ങോട്ട് മാറ്റി. എന്താണ് 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു കത്രിക കിടക്കുകയാണ്. ഞാൻ അവരെ നേരിൽ പോയി ആശുപത്രിയിൽ പോയി കണ്ടതാണ്. ഇപ്പൊ സർജറി കഴിഞ്ഞ് ഈ കത്രിക പുറത്തെടുത്തു. എന്തായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ പ്രതികരണം? അതിപ്പോ 5 കൊല്ലം എന്നല്ല 50 വർഷം വരെ കത്രിക കിടന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു മന്ത്രിയല്ലേ ഇവിടെ ഉള്ളത്. അതുപോലെ ഹർഷിന എന്ന് പറയുന്ന ഒരു യുവതി, 32 വയസ്സ് മാത്രം പ്രായമുള്ള യുവതി, അവൾക്ക് 3 മക്കളാണ്. അവളുടെ വയറിനകത്ത് വെച്ച് 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കത്രിക വെച്ച്, ഞാൻ ചോദിക്കട്ടെ, ഒരു നഖം വെട്ടുമ്പോൾ അല്പം ഒന്ന് കയറിപ്പോയാൽ ഒരു ആഴ്ചത്തേക്ക് നമുക്ക് എന്തൊരു നീച്ചന. ഇപ്പൊ ശരീരത്തിനകത്ത് 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കത്രിക വെച്ച് തുന്നിക്കെട്ടിയിട്ട് ആദവന് സമ്മതിച്ചില്ല. അവസാന തെളിവുകളുടെ അടിസ്ഥാനത്തില് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ കത്രിക വെച്ച് തുന്നിക്കെട്ടിയത് എന്ന് സ്ഥിരീകരിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, ആ കുട്ടിയുടെ ജീവിതം തന്നെ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു, അവൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സർക്കാർ ഒപ്പമുണ്ട് എന്ന് ഒരു ദിവസം 10 പ്രാവശ്യം പറയുന്ന ശ്രീ പിണറായി വിജയനോ ശ്രീമതി വീണ ജോർജോ ആരോഗ്യ വകുപ്പ് മന്ത്രിയോ 1 രൂപ നയ പൈസ ഹർഷിലേക്ക് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. 4 ദിവസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു പ്രസവം, അവിടെ ഗർഭാശയത്തിനകത്ത് തുണി ചുരുട്ടി വെച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ കണ്ടില്ല. മെനിഞ്ഞാന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന വാർത്ത കണ്ടില്ല. 4 വർഷം മുമ്പ് ഒരാള് സർജറി നടത്തിയപ്പോ അയാളുടെ ശരീരത്തിനകത്ത് കത്രിക വെച്ചു. കത്രിക എല്ലാം കൊണ്ട് പോയി ആള് 1 വർഷം മുമ്പ് മരിച്ചു. പക്ഷേ ആശുപത്രിയിൽ നിന്ന് നോട്ടീസ് കിട്ടി, എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരണം, കത്രിക പുറത്തെടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ലേ. ഇവിടെ ഞങ്ങൾ പാലക്കാട് ചെന്നപ്പോൾ ഒരു കുഞ്ഞിനെ കണ്ടു, 7 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുഞ്ഞ്. അവൾക്ക് കൃത്രിമ കൈയുമായിട്ട് അവൾ അവിടെ ഈ ജാഥയെ സ്വീകരിക്കാൻ എത്തിയതാണ്. അവൾ നിങ്ങൾക്കറിയാലോ, കളിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്ന് വീണു. കൈയുടെ ഒരു വശത്ത് ഒരു കൈ, വലത് വശത്തെ കൈയെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് ചികിത്സാ പിഴവിന്റെ പേരിൽ പോയതാ. ഒരുപാട് കണ്ണീര് നമ്മളൊക്കെ അവൾക്ക് വേണ്ടി മാറ്റിവെച്ചതല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഗവൺമെന്റ് ഒരു തവണയെങ്കിലും തിരിഞ്ഞു നോക്കിയോ? എത്ര തവണ എത്രയോ ആളുകൾ സർക്കാർ ആശുപത്രിയുടെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ കൈ നഷ്ടപ്പെട്ടപ്പോ അവൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്രിമ കൈയടക്കം വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയോ? കൈ വെച്ചു കൊടുക്കാനുണ്ടായിരുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഈ പുതുയുഗ യാത്രയുടെ നായകനായിട്ടുള്ള ശ്രീ VD സതീശനാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ കുഞ്ഞിന് വീടില്ല, വീട് വെച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തു. സ്ഥലമില്ല, സ്ഥലം വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രമാണവും മറ്റും കൈമാറി. ഞാൻ സൂചിപ്പിച്ചത് ഇത് പിഴവുകളുടെ ഒരു പരമ്പര തന്നെയാണ്. നെടുമങ്ങാട് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അവിടെ സിസേറിയനെ തുടർന്ന് കുഞ്ഞ് മരിച്ചു.
ആ കുഞ്ഞിന്റെ അച്ഛന്റെ പൊട്ടിക്കരച്ചിൽ എന്റെ മുന്നിലുണ്ട്. എന്താ പറഞ്ഞത്? ഈ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ എന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് വരേണ്ടതായിരുന്നു, ആശുപത്രിയുടെ പിഴവാണ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആശുപത്രിയുടെ പിഴവുകൾ, ഇത്തരത്തിൽ പിഴവുകൾ ഉണ്ടാകുമ്പോൾ, ആരോഗ്യ മേഖലയിൽ പിഴവുകൾ ഉണ്ടാകുമ്പോൾ യൂത്ത് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും KSUവും ഒക്കെ പ്രതികരിക്കും വീണ ജോർജ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ ഇന്നലെ പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ മണ്ഡലത്തിൽ പോകുമ്പോൾ അവിടെ 10,000-കണക്കിന് ആളുകൾ കൂടി. ഒരു നാടിന് തന്നെ നാണക്കേടല്ലേ ഇങ്ങനെ നാടകാഭിനയവുമായിട്ട് മന്ത്രി കസേരയിൽ ഇരിക്കുന്നത്? വീണ ജോർജ് എന്താ കരുതിയത്? ജനങ്ങൾക്ക് പ്രതികരണ ശേഷിയില്ലെന്ന്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മൾ കണ്ടതല്ലേ അതിനകത്ത്. വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രിക്കെതിരെ മിണ്ടരുത്, ആരും മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാകും, ഉത്തരം ഞങ്ങൾ പറയിച്ചിരിക്കും, വിമർശനങ്ങൾ ഉണ്ടാകും, അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ പറയും. KSUവിന്റെ കുട്ടികൾ 5 പേര്, 3 പേരോ 5 പേരോ ഉണ്ടായിരുന്നു. അവരിവര് നിന്നതിന്റെ 5 അയലത്ത് പോലുമില്ല. തെളിവുകൾ നാസ ചിത്രങ്ങൾ പുറത്തുവിടുന്നത് പോലെ MP ജയരാജൻ വന്ന് കഴിഞ്ഞ ദിവസം ചിത്രങ്ങൾ പുറത്തുവിട്ടു. ആ ചിത്രങ്ങൾ എന്താ ഉണ്ടായത്? വീണ ജോർജിന്റെ തന്നെ ഗൺമാന്റെ ഉടുപ്പാണ് നീലക്കളറിൽ കണ്ടത്. അത് KSUക്കാരുടെ തലയിൽ കെട്ടിവെച്ചാൽ അങ്ങനെയൊന്നും ഏതെങ്കിലും തരത്തിലുള്ള നാടകവും തിരക്കഥയും ഒക്കെ എഴുതിയല്ല, തിരക്കഥയൊന്നും കണ്ട് പേടിച്ച് പിന്നോട്ട് പോകുന്നവരല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചോദിക്കല്ലേ, അപ്പൊ ഇവിടെ മിണ്ടാൻ പാടില്ല. ഇപ്പൊ വിചാരിക്കുന്നത് എന്താ, ഈ ചർച്ചയൊക്കെ അങ്ങ് അവസാനിക്കും. വീണ ജോർജിന് എന്തൊക്കെ തരത്തിലുള്ള അവർക്ക് അസുഖങ്ങളുണ്ടോ, എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. എന്തായാലും അവർക്ക് അവിടെ വെച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് 100% സത്യമാണ്. പിന്നെ ICUലൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ ആളുകൾ ചെല്ലുമ്പോൾ എങ്ങനെയാ? രാവിലെ 8 മണിക്ക് ഒരാൾക്ക് കയറാം, 12:40 വേറൊരാളെ കയറ്റും, വൈകുന്നേരം 8:15 വേറെ ഒരാളെ കയറ്റുമെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വീണ ജോർജ് കിടന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റില് നഴ്സുമാരടക്കം നിന്ന് നഴ്സുമാർ സന്തോഷിക്കുന്നതിന് നമ്മൾ എതിരല്ല. പക്ഷെ ചിത്രങ്ങൾ പങ്കുവെച്ച് പുറത്തേക്ക് വിടുകയാണ്. ഇതെന്ത് ലോകമാണിത്? എന്ത് കഥകളാണ് ഉണ്ടാക്കുന്നത്? എന്നിട്ട് ഇരുട്ടിന്റെ മറവത്ത് ബഹുമാന്യായ മന്ത്രി ഇന്നലെ വെളുപ്പാങ്കാലത്ത് ഈ കഴുത്ത് വയ്യാത്ത ആളിനെ ഈ റോഡിക്കട് കുഴിയും കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിക്കട് കൊണ്ടുവന്ന മുഹമ്മദ് റിയാസിനോടൊക്കെ നമുക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് പത്തനംതിട്ട കൊണ്ടുവന്ന് ഇറക്കി. തെറ്റല്ലേ ഇതൊക്കെ? കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയേറെ വിവേക ബുദ്ധിയുള്ള, ഇത്രയേറെ രാഷ്ട്രീയമായ വിവരമുള്ള ആളുകളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇത്തരം നാടകങ്ങൾ കാണിച്ചാൽ ഈ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ നിൽക്കാൻ പോകുന്നില്ല. ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ മൊത്തം പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോ അതിനൊക്കെ പരിഹാരമുണ്ടാക്കുമെന്നുള്ള ഒഴുക്കൻ മട്ടത്തിലുള്ള ഒരു വാചകമല്ല പറയാൻ പോകുന്നത്. ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിക്കടിയുള്ള പിഴവുകൾ, സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സർക്കാർ ബഹുമാന്യനായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഈ ജാഥയിലെ സ്ഥിരാംഗമാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തത്. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും എത്തിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ സംസ്ഥാനത്ത് ഇതിനുള്ള പരിഹാര മാർഗങ്ങളാണ്, കൃത്യമായ പദ്ധതികളാണ്. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് സർക്കാർ ആശുപത്രികളുടെ മികവ് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ അടക്കം അദ്ദേഹം ജാഥാ നായകൻ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആരും കാസർഗോഡ് മുതൽ ചടയമംഗലം വരെ പറയുന്നത് ശരിയല്ല എന്നുള്ളത് ഞങ്ങളാരും പറയാറില്ല. കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് ഈ ജാഥയിലെ നായകൻ ഇവിടെ കടന്നു വരുന്നു. തീർത്തും വ്യത്യസ്തമായ ജാഥ എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, കാർഷിക മേഖലയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ജാഥയുടെ സ്ഥിരാംഗമായിട്ടുള്ള പാലക്കാട് MP നമ്മുടെ പോപ്പുലർ ഫേസ് ശ്രീ VK ശ്രീകണ്ഠൻ ഈ ജാഥയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് അത്തരം കാര്യം. പക്ഷെ കൊല്ലം ജില്ലയിൽ വന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചിന്താ ജനവും എന്ന് പറയുന്ന അവരൊരു SFI നേതാവിലാണ്. എന്റെ മോളുടെ പ്രായം പോലും ആ കൊച്ചിനില്ല. അവരൊക്കെ ഇങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള മ്ലേച്ഛമായ ഭാഷകൾ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിന് അത് ഏറ്റുപാടുകയും അത് എഴുതി കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ കേരളത്തെ അധപ്പതിപ്പിച്ചല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അത് CPMകാർ പോലും അതിനോട് യോജിക്കുമെന്ന് തോന്നുന്നില്ല. സാംസ്കാരികമായി വികസനപരമായി ഒക്കെ കേരളത്തെ 25 വർഷക്കാലം പിന്നോട്ടടിക്കുന്ന നേതാവ്
നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുമുഖ യാത്ര അല്പസമയത്തിനുള്ളിൽ ചടങ്ങുകൾക്ക് എത്തിച്ചേരും. വൈദ്യുതി തടസ്സം മൂലം ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന പരിപാടികൾ അല്പം തടസ്സം നേരിട്ടിരിക്കുന്നു. ഏതായാലും ഉടൻ തന്നെ അത് പരിഹാരമുണ്ടാക്കി കാര്യങ്ങൾ ക്രമീകരിക്കും. ഇപ്പോൾ യു ഡി എഫിൻ്റെ ഘടകകക്ഷി RSP നയിക്കുന്ന ഒരു ജാഥ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ചടയമംഗലത്ത് വലിയൊരു ജനവാഹുല്യമാണ് ഇപ്പോൾ ചടയമംഗലത്ത് KSRTC പഴയ മൈതാനത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഇതാ RSPയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ ഇപ്പോൾ ഈ പുതിയ യാത്രയിലേക്ക് വരവേൽക്കുന്നതിനെ കടന്നു വരുന്നുണ്ട്. ശ്രീ മഞ്ഞപ്പറ സലീം കടയ്ക്കൽ, സായിദാസൻ അടക്കമുള്ള നേതാക്കന്മാർ ആ ജാഥ നയിച്ച് കടന്നു വരുന്നു. ശ്രീ മഠത്തിൽ മോഹനപിള്ള അടക്കമുള്ള നേതാക്കന്മാർ ഈ ജാഥയിലുണ്ട്. ശ്രീ ഭുവനേന്ദ്രൻ പിള്ള RSPയുടെ മണ്ഡലം ജില്ലാ കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ RSPയുടെ ഒരു വൻ ജനാവലി ഒരുക്കിക്കൊണ്ട് RSPയുടെ നിരവധി പ്രവർത്തകർ ഈ യോഗത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുയുഗ യാത്രയിലെ വരവേൽക്കുന്നതിന് വേണ്ടി RSPയുടെ ഒരു നിറസാന്നിധ്യമായി ജാഥ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഓ എല്ലാം കാര്യമായി. ഹലോ ഹലോ, മീഡിയ കിട്ടൊരു കസേര ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജാഥാ നായകൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജാഥയുടെ സ്ഥിരാംഗങ്ങളും ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റ് നേതാക്കളുമുണ്ട്. ഇത്തവണ ചടയമംഗലത്തിന്റെ ചുവപ്പ് മാറി ചടയമംഗലവും ത്രിവർണ്ണമായിരിക്കുന്നു എന്നുള്ള രാഷ്ട്രീയ സൂചികയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ മോശമായിട്ട് പോലും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായിട്ട് ജാഥാംഗം എന്നുള്ള നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ പ്രതിപക്ഷ നേതാവ് ചടയമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ ചടയമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ മുന്നിൽ നിന്ന് പ്രകടനമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആദരണീയനായ MLA ശ്രീ PC വിശ്വനാഥ് അവരെ ക്ഷണിക്കുകയാണ്. ബഹുമാനരായ നേതാക്കന്മാരെ, ഞാൻ ദീർഘമായി പ്രസംഗിക്കില്ല. ജാഥ സ്ഥിരാംഗമായ ശ്രീ VK ശ്രീകണ്ഠനും ഷാവക്കീലും മറ്റ് നേതാക്കന്മാരും എല്ലാം ഇവിടെയുണ്ട്. ഈ ജാഥ കേരളത്തെ വീണ്ടെടുക്കാനുള്ള ഒരു യാത്രയാണ്. നമുക്കറിയാം, ഇന്ന് ഷാനി ചേച്ചി ഇവിടെ പറഞ്ഞു, ഷാനിമോൾ ഉസ്മാൻ, സമസ്ത മേഖലയിലും ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. പക്ഷേ ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയാണ് വ്യാജ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ സർക്കാർ ഖജനാവിലെ പണം ദുർവിനിയോഗം ചെയ്ത്
തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ഒരു കാലമുണ്ടായിട്ടില്ല. ഇപ്പോ നവകേരള സർവേ ആണെങ്കിലും അതിനുശേഷം നടക്കുന്ന എന്താണ് ഇപ്പോ ലേറ്റസ്റ്റ് ഹൈക്കോടതി തടഞ്ഞ ഡേറ്റ ചോരി, ഡൽഹിയിൽ വോട്ട് ചോരിയാണെങ്കിൽ കേരളത്തിൽ ഡേറ്റ ചോരിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, പെൻഷൻ വാങ്ങിക്കുന്നവരുടെ, ജീവനക്കാരുടെ അവരുടെ വിവരങ്ങൾ ഒരു സ്വകാര്യ വെണ്ടർക്ക് കൊടുത്തിട്ട് അയാളെ കൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്. അല്ലാതെ ഗവൺമെന്റിന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ PRDക്ക് സംവിധാനമില്ല. ഈ ഡേറ്റ സമാഹരിച്ച് ഒരു സ്വകാര്യ വെണ്ടർക്ക് കൊടുത്തിട്ട് ആ സ്വകാര്യ ഏജൻസിയാണ് ആളുകളുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്. ഈ മെസ്സേജ് അയച്ചിട്ട് ഈ ഏജൻസിക്കാരൻ ഇനി എന്താ ചെയ്യാൻ പോണത്? ഈ ഡേറ്റ മൊത്തമായും ചില്ലറയായും വിൽക്കും, മരുന്ന് കമ്പനിക്കാരന് വിൽക്കും. മറ്റു മേഖലയിലുള്ള ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ റീറ്റെയിൽ ഓൺലൈൻ കച്ചവടക്കാർക്കോ ഒക്കെ ഈ ഡേറ്റ, മൂല്യമുള്ള വെരിഫൈഡ് ഡേറ്റ വിൽക്കും. ഇങ്ങനെ പൊതു ഖജനാവിലെ പണം സംവിധാനം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയാണ്. ഞാൻ പുനലൂര് യോഗത്തിൽ പ്രസംഗിച്ചതാണ്. അവിടെ യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവിടുത്തെ ഒരു ഹോട്ടലിൽ, ഇമ്പീരിയൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയി. എന്റെ തൊട്ടപ്പുറത്ത് ചായ കുടിക്കാൻ വന്ന് 3 KSRTCയിലെ പെൻഷൻ ആയ പെൻഷനേഴ്സ് ആണ്. അവരൊന്ന് പറഞ്ഞു, ഞങ്ങള് ജീവിതത്തിൽ ഇന്നേ വരെ UDF വോട്ട് ചെയ്തിട്ടുള്ളവരല്ല, പക്ഷെ ഇത്തവണ ഞങ്ങൾ UDF വോട്ട് ചെയ്യും. കാരണം കഴിഞ്ഞ 10 വർഷമായി ഈ സർക്കാർ കേരളത്തിലെ KSRTC പെൻഷൻകാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ DR കുടിശ്ശിക 99%, ഫെസ്റ്റിവൽ അലവൻസ് നൽകുന്നില്ല, മറ്റാനുകൂല്യങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ KSRTC പോകുമ്പോ നോക്കണം, ആ KSRTCയിലെല്ലാം ഉദയനാണ് താരം എന്ന സിനിമയിൽ ശ്രീനിവാസന്റെ കഥാപാത്രം പറയുന്നത് പോലെ ഒരു കാര്യമുണ്ട്. എന്താ അത്? എന്റെ തല, എന്റെ ഫുൾ ഫിഗർ. ആരുടെ തലയാ? പിണറായി വിജയന്റെ തല, പിണറായി വിജയന്റെ ഫുൾ ഫിഗർ. എല്ലാ KSRTCയിലും ഉണ്ട്. ഇതിന് 9 കോടി രൂപയാണ് ഒരു പരസ്യ ഏജൻസി വഴി ചെലവഴിക്കുന്നത്. 9 കോടി രൂപ ഈ KSRTCയിൽ എന്റെ തല, എന്റെ ഫുൾ ഫിഗർ പരസ്യം വെക്കാൻ. ഞാനിനി നിങ്ങളോടൊരു കാര്യം പറയാം. ജോൺ ഏട്ടനും വന്നിട്ടുണ്ട്. ഇനി ഈ ഗവൺമെന്റിനെ കൊണ്ട് ഇതിനെക്കുറിച്ച് ഇത് നല്ലതാണെന്ന് മോഹൻലാലും മമ്മൂട്ടിയും മഞ്ജു വാര്യരും കൂടെ ഒരുമിച്ച് വന്ന് പറഞ്ഞാലും മലയാളി ഈ ഉൽപ്പന്നം വാങ്ങില്ല. ഇത് പരസ്യം ചെയ്താൽ പൊങ്ങുന്ന ഉൽപ്പന്നമല്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്റ്റ് ആണ്. ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും അമീർ ഖാനും കൂടെ ഒരുമിച്ച് വന്ന് പറഞ്ഞാലും ഈ പ്രോഡക്റ്റ് ഇനി ആരും വാങ്ങില്ല. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. ഇതിനു വേണ്ടി പരസ്യത്തിന് ചെലവാക്കുന്ന പണം വേസ്റ്റ് ആണ്. ഇതിന് ഒരു ഗുണവും കിട്ടാൻ പോണില്ല. ഇന്ന് രാവിലെ കെ മുരളീധരൻ പറയുന്നത് ഞാൻ കേട്ടു, ഈ പരസ്യത്തിന്റെ കാശും അടുത്ത UDF ഗവൺമെന്റ് ആണ് കൊടുക്കേണ്ടത് എന്ന ഗതികേടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവര് കൊടുക്കാൻ കഴിയില്ലല്ലോ. 6 ദിവസം കഴിയുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഈ ചെലവാക്കുന്ന കോടാനുകോടി രൂപ, ഈ തുക അടുത്ത UDF ഗവൺമെന്റ് ആണ് ഈ പരസ്യ കമ്പനിക്കാർക്ക്, ഈ ചാനൽ ഉടമകൾക്ക്, ഈ പത്രങ്ങൾക്ക് ഒക്കെ കൊടുക്കേണ്ടി വരുന്നത്. ഇത്രയേറെ ദൂർത്ത് അധികാര ദുർവിനിയോഗം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ഒരു ഗവൺമെന്റ്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗവൺമെന്റ് ഇത്രയേറെ മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഗവൺമെന്റ് അല്ലേ? നോക്കൂ, ഒരു മന്ത്രി പച്ച കള്ളം പറഞ്ഞിട്ട് കേരളത്തിൽ മുഴുവൻ അക്രമം നടത്തുകയാണ്. എന്നിട്ട് 4 പാവപ്പെട്ട കേസുകാരെ പിടിച്ച് കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടിരിക്കുകയാണ്. അവരെ ആക്രമിച്ചു, കഴുത്ത് പിടിച്ച്, ഗോവിന്ദമാഷ് പറയുന്ന കേട്ടാൽ കഴുത്ത് പിടിച്ച് ഞെരിച്ച് തിരിച്ച് ഒടിച്ച് വളച്ച് എന്തെല്ലാം ചെയ്തെന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും ടിവിയിൽ കണ്ടതാണ്. കൈരളി ടിവിയിലെങ്കിലും ഉണ്ടോ അത്? ഈ പറഞ്ഞ സാധനം, ഈ കഴുത്ത് തിരിച്ച് വളച്ച് ഒടിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. 2 മുദ്രാവാക്യം വിളിച്ചു. അതിനുശേഷം അവർ ആ പിള്ളേരെ തല്ലാൻ ചെല്ലുന്നതാണ് നമ്മൾ ടി വി കാണുന്നത്, ഇല്ലേ? വാടാ ഇവിടെ വാടാന്നൊക്കെ പറഞ്ഞിട്ട് അവര് ആ കേസുകാരെടുത്തോട്ട് പാഞ്ഞെടുക്കുമ്പോൾ ഒരു വനിതാ CI വളരെ പണിപ്പെട്ട് അവരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് കൂളായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 2 പ്ലാറ്റ്ഫോമും കടന്ന് പടി കയറി 3-ാം നിലയിൽ തിരിച്ചു കളിച്ചു പോയ ആള് സ്പീക്കറെ കണ്ടതിന് ശേഷം പിന്നെ രൂപം മാറുന്നു, ഭാവം മാറുന്നു, ICUവിൽ അഡ്മിറ്റ് ചെയ്യുന്നു,
മുഖത്തൊക്കെ എന്തൊക്കെയോ ഓക്സിജന്റെ സാധനം വെച്ച് പിടിപ്പിച്ച് കിടക്കുന്നു. ബഹിരാകാശത്തേക്ക് പോകുന്ന സഞ്ചാരികളെ പോലെ ഐസിയുവിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് 15 ഡോക്ടർമാരുടെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നു ഗുരുതരാവസ്ഥയിലുള്ള ഈ രോഗിയെ ഓരോ മണിക്കൂറും നിരീക്ഷിക്കാൻ. എന്നിട്ട് 4 മണിക്ക് ഐസിയുവിൽ നിന്ന് നേരെ ഡിസ്ചാർജ്. അങ്ങനെയുണ്ടോ? ഞാനൊക്കെ MLA എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ ദിവസവും ഒരു ICU അഡ്മിഷന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. കിട്ടാറില്ല, പലപ്പോഴും ഒരിക്കലും കിട്ടില്ല. കാരണം അവര് പറയും, സാറ് ICUവിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ ഒന്നുകിൽ അദ്ദേഹം സുഖമായി റൂമിലേക്കോ വാർഡിലേക്കോ മാറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപായം സംഭവിക്കണം. അല്ലാതെ ICUവിൽ നമുക്ക് ഒരാളെ ഒഴിപ്പിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ ICUവിൽ നമുക്ക് എപ്പോഴും ഒരു ബെഡ് കിട്ടാൻ എത്ര പ്രയാസമാണ്. അതറിയണമെങ്കിൽ ഇവിടെ ചവറയിലെ വേണു എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ നെഞ്ചുവേദന വന്ന് ഏറ്റവും വേഗം ആൻജിയോഗ്രാം ചെയ്യണം. ഗോൾഡൻ അവർ എന്ന് പറയത്തില്ലേ, ആൻജിയോഗ്രാം ചെയ്തിട്ടാണ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് 5 ദിവസം ആ തറയിൽ കിടത്തി ആൻജിയോഗ്രാം ചെയ്തില്ല. അവസാനം അദ്ദേഹം കൂട്ടുകാരനായ അൻവർ സാദത്തിന് വേണമെന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു ശബ്ദ സന്ദേശം അയച്ചു, കൂട്ടുകാരാ ഞാൻ എലിക്കണിയിൽപ്പെട്ട അവസ്ഥയിലാണ്, 5 ദിവസമായി തറയിൽ കിടക്കാണ്, ആരും നോക്കില്ല, ഒരു ഡോക്ടറും വന്നിട്ടില്ല, ഒരു നായക്ക് കിട്ടുന്ന പരിഗണന പോലും എനിക്ക് കിട്ടുന്നില്ല. ഈ മെഡിക്കൽ കോളേജിന്റെ ഈ വരാന്തയിൽ വെറും തറയിൽ ഞാൻ കിടക്കുകയാണ് എന്ന് വേണു എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടുകാരനായ ചവറക്കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞിട്ട് അദ്ദേഹം ആ വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ അതിനൊടുവിൽ ഇതാണ് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഈ ശബ്ദം നീ പുറത്തു വിടണം, നാളെ മറ്റൊരാൾക്ക് എന്റെ അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവര് എന്റെ മണ്ഡലത്തിൽ കുണ്ടറയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു കുടുംബത്തിലെ 3 കുട്ടികളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 19 വയസ്സുള്ള പെൺകുട്ടി, 17 വയസ്സുള്ള അതിന്റെ അനിയത്തി, 13 വയസ്സുള്ള അതിന്റെ അനുജൻ. 19 വയസ്സുള്ള പെൺകൊച്ചിന് ചികിത്സ കിട്ടാതെ മഞ്ഞപ്പിത്തം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ രക്തം ഛർദ്ദിച്ച് ആദ്യം മരിച്ചു. എന്നിട്ട് പോലും ഒരു ഡോക്ടറും തിരിഞ്ഞു നോക്കിയില്ല, ആ തറയിൽ കിടത്തിയിരുന്നു. 17 വയസ്സുള്ള രണ്ടാമത്തെ പെൺകുട്ടി അനിയത്തി, ആ അനിയത്തിയും 24 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു. അതിനുശേഷം 13 വയസ്സുള്ള ആ കുഞ്ഞ്, 2 പെൺകുട്ടികൾ 24 മണിക്കൂറിനുള്ളിൽ നഷ്ടപ്പെട്ടു. ആ പിതാവ് എന്നെ വിളിച്ച് അലറി വിളിച്ച് കരഞ്ഞ് എന്റെ മോനെയെങ്കിലും എനിക്ക് രക്ഷിക്കണം. ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് തിരുവനന്തപുരത്ത് മറ്റൊരു ആശുപത്രിയിൽ എന്റെ ചെലവിൽ ആ കുഞ്ഞിനെ ചികിത്സിപ്പിച്ചു. അമ്പാടി ഇന്ന് ജീവനോടെ ഉണ്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞും നഷ്ടപ്പെട്ടു പോയേനെ. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. പാവപ്പെട്ടവർ ചെന്നാൽ ഒരു കട്ടിലിൽ 3 രോഗികളാണ് കിടക്കുന്നത്. അവിടെയാണ് ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ആരോഗ്യമന്ത്രിയെ അവിടെ കിടത്തിയിട്ട് വെളുപ്പിന് 4 മണിക്ക് അവരെ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. ഇത് കേരളം കാണുന്നില്ലേ? മാർക്സിസ്റ്റുകാർ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന എന്ത് കളവും വിശ്വസിക്കുന്നവരാണ് മലയാളി സമൂഹം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതുകൊണ്ട് ഈ മനുഷ്യത്വ വിരുദ്ധതയ്ക്കെതിരായി, ഈ അഹങ്കാരത്തിനെതിരായി, ഈ ധാർഷ്ട്യത്തിനെതിരായി കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും അഭിപ്രായ സർവേകളൊക്കെ പുറത്തു വരാറുണ്ട്. ഇത്തവണ ഒരു സർവേയുടെ ആവശ്യമില്ല. ഈ ശ്രീ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. ജോണേട്ടനും ഷാനിമോൾ ഉസ്മാനും എല്ലാം സ്ഥിരാംഗങ്ങളായി ഷാവക്കിലെല്ലാം എല്ലാവരും എല്ലാ സ്ഥലത്തും പോകുന്നതാണ്. നമുക്ക് 40,000 വോട്ടിന് തോൽക്കുന്ന മട്ടന്നൂരിലടക്കം, തോറ്റ മട്ടന്നൂരടക്കം 10,000-കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് ഈ യാത്രയിലേക്ക്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. പിണറായി വിജയന്റെ ഗവൺമെന്റിനെ ചവിട്ടി പുറത്താക്കാനുള്ള ജനങ്ങളുടെ തീരുമാനത്തെയാണ് ഈ ജനക്കൂട്ടം നമ്മളോട് പറയുന്നത്. ഒരു തീരുമാനമുണ്ട്. ഇത് എന്നോട് പല ആൾക്കാരും ഈ കല്യാണ വീട്ടിലൊക്കെ കാണുമ്പോൾ മാറ്റി നിർത്തിയിട്ട് പറയും, സാറേ ഈ ഇലക്ഷൻ ഒന്ന് 1 മാസം മുന്നേ ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ 1 മാസം കൂടെ ഇയാളെ സഹിക്കണമെന്നുള്ളത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 1 മാസം കൂടെ ഇത് മുന്നേ ആക്കാൻ പറ്റുമെന്നാണ് പ്രസാദ് സാറിനോട് ചോദിച്ചിട്ടുണ്ട് പലരും. സാറും എന്നോട് പറഞ്ഞതാണ്. സാറും പ്രസാദ് സാറിനോട് ചോദിച്ചു, ഇത് ഇലക്ഷൻ മുന്നേ ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കാരണം ജനം വെറുത്ത, ജനം മടുത്ത ഒരു ഗവൺമെന്റ് ആണ്. അതിന്റെ മേലാണ് എന്തെല്ലാം നാടകങ്ങളാണ്. എന്റെ പൊന്നു, മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം, അദ്ദേഹത്തിന് സന്യാസത്തിൽ താല്പര്യമുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. പോകേണ്ടി വരും, സന്യാസിക്കാൻ പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ അങ്ങനെ പറയാം, സന്യാസിയുടെ ഒരു അംശം
എന്നിൽ കിടക്കുന്നതായി ഈ PR ഏജൻസികൾ തെളിഞ്ഞതാണ്. സന്യാസിയുടെ അംശം ആരിൽ? പിണറായി വിജയനിൽ. അപ്പൊ സന്യസിക്കേണ്ടി വരും. അദ്ദേഹം മാത്രമായിരിക്കില്ല, ഇദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് കേരളത്തിലെ CPM-മാർ ഒരുമിച്ച് സന്യസിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടെത്തിക്കുന്ന ഒരു ഭരണമാണ്. ഇദ്ദേഹത്തിനൊരു റെക്കോർഡ് ഉണ്ടാകും, അതൊരു സംശയമില്ല. കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, CPM-ന്റെ മുഖ്യമന്ത്രി EM ശങ്കരൻ നമ്പൂതിരിപ്പാടും കേരളത്തിന്റെ അവസാനത്തെ CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാകും എന്നുള്ള കാര്യത്തിൽ ആ റെക്കോർഡ് പിണറായി വിജയന് കിട്ടാൻ പോവുകയാണ്. ഒരു സംശയം വേണ്ട. കേരളത്തിലെ CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ബംഗാളിനേക്കാൾ ദയനീയമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ CPM ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? എത്ര തവണയാണ് വൈദ്യുതി ചാർജ് കൂട്ടിയത്, വെള്ളക്കരം കൂട്ടിയത്, ഭൂനികുതി കൂട്ടിയത്, കെട്ടിട നികുതി കൂട്ടിയത്, പെർമിറ്റ് ഫീസ് കൂട്ടിയത്, രജിസ്ട്രേഷൻ ഫീസ് കൂട്ടിയത്, പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയത്? എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കും? വിലക്കയറ്റം CPI പ്രകാരം ഇന്ത്യയിൽ, CPI എന്ന് പറഞ്ഞ ബിനോയ് വിശ്വത്തിന്റെ CPI അല്ല, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റ തോതുള്ളത് കേരളത്തിലാണ്. നമ്പർ 1 ആണ്. എവിടെയാ? വിലക്കയറ്റത്തിൽ നമ്പർ 1 ആണ്. എവിടെയാ? തൊഴിലില്ലായ്മയിൽ. ഇതിലൊക്കെ നമ്പർ 1 ആക്കി. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വെറുതെ പറഞ്ഞതല്ല. 18 മാസമായി ഇവിടുത്തെ നിർമ്മാണ തൊഴിലാളിക്ക് അവന്റെ ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് 18 മാസമായില്ലേ? അല്ലേ? ഞാനൊരു നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. 18 മാസമായി അംശാദായം വാങ്ങിച്ച നിർമ്മാണ തൊഴിലാളിക്ക് ഈ സർക്കാർ പെൻഷൻ കൊടുക്കാതെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ ഗവൺമെന്റിനെ എത്രയും വേഗം അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പൊതുയുഗയാത്ര കേവലം ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ മാത്രമല്ല, ഭാവി കേരളം എങ്ങനെ ഉണ്ടാകണം, അത് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണമെന്ന് ജനങ്ങളോട് അഭിപ്രായം തേടുന്ന ഒരു ജനകീയ ക്യാമ്പയിൻ കൂടി ആണ് ഈ യാത്ര. അദ്ദേഹം ഈ യാത്രയിൽ എല്ലാവരെയും കാണുന്നുണ്ട്. സാധാരണക്കാരെ, കർഷകരെ, തൊഴിലാളികളെ, ചെറുപ്പക്കാരെ, അഭിഭാഷകരെ, വ്യാപാരികളെ, വ്യവസായികളെ, സംരംഭകരെ, എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങളെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് കാണുന്നു, അവരെ കേൾക്കുന്നു, അവരോട് ശ്രദ്ധാപൂർവം അവർ അഭിപ്രായം ചോദിക്കുന്നു. ഒരു പുതിയ കേരളം എങ്ങനെയാണ് രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്നതിന്റെ ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന ഒരു ജനകീയ ക്യാമ്പയിനാണ് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ പുതുയുഗയാത്ര. അദ്ദേഹം നമ്മുടെ MP പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാം പ്രിയമുള്ളവരെ, നമ്മുടെ സമ്മേളന നഗരിക്ക് പുറത്ത് നിൽക്കുന്നവരെല്ലാം തന്നെ ഈ സമ്മേളന നഗരിക്ക് ഉൾവശത്തേക്ക് കടന്നു വരണം, സീറ്റുകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ പുതുക യാത്രയുടെ സമ്മേളനം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷനായി സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ശ്രീ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ MM നസീർ അവരെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ സമ്മേളന നഗരിയിൽ എത്തിയിരിക്കുന്ന എല്ലാവരും ഈ സദസ്സിലേക്ക് ഇരിക്കണം. ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെയും ഉദ്ഘാടകൻ ശ്രീ NK പ്രേമചന്ദ്രന്റെയും അടക്കമുള്ള പ്രസംഗം കേൾക്കുന്നതിനും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനും എത്തിച്ചേർന്ന എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീ ഹരികുമാർ കാഞ്ഞിരത്തമ്മോട് അദ്ദേഹം ക്ഷണിക്കുന്നു.
വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതള സസ്യശ്യാമള മാതരം വന്ദേ മാതരം ശുഭ്രജോത്സ്ന പുളകിതയാമിനി ഭുലകുസുമിത ജോമദല ശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഈ സ്വീകരണ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി DCCയുടെ ജനറൽ സെക്രട്ടറിയും സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനറുമായ ശ്രീ ചിതറ മുരളിയെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ എം നസീർ, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ MP, മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ NK പ്രേമചന്ദ്രൻ, ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ജാതിയുടെ ബഹുമാന്യനായ ക്യാപ്റ്റൻ, കേരളം കണ്ട ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവ്, നിലപാടുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഭാവി കേരളത്തിന്റെ വാഗ്ദാനമായ പ്രിയപ്പെട്ട VD സതീശൻ, ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗം അനുവദനീയമല്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം തന്നെ പറയുകയാണ്. ഈ ജാഥ കാസർഗോഡ് നിന്നാണ് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകി നമ്മുടെ നിയോജക മണ്ഡലമായ ചടയമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രതിപക്ഷ നേതാവിനും UDF-നും ലഭിച്ചത്. ഇതൊരു രാഷ്ട്രീയ ജാഥയായി നമ്മളാരും കാണരുത്. വരാൻ പോകുന്ന മെയ് മാസം കഴിയുമ്പോൾ കേരളത്തിൽ UDF-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ നാടിനെ രക്ഷിക്കുവാനുള്ള കർമ്മസുഖമായ പരിപാടികൾ ജനത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചത്. രാവിലെ പ്രമുഖന്മാരായിട്ടല്ല, പൗരന്മാരുമായി ആശയവിനിമയം നടത്തുന്നു. അദ്ദേഹത്തിന് 2 വാക്കുകൾ മാത്രം ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ലോകം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആ പുരോഗതിയുടെ പങ്കാവുവാൻ നമ്മുടെ കേരളത്തിനെ സജ്ജമാക്കുവാൻ, നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരെ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുവാൻ, വിദ്യാഭ്യാസ രംഗങ്ങൾക്ക് കാതലായ മാറ്റം വരുത്തുവാൻ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുമായി സംവാദിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട നമ്മുടെ ജാഥയുടെ ക്യാപ്റ്റൻ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ദീർഘമായ ഒരു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ സ്ഥിതി നിങ്ങൾക്കറിയാം. ഈ നിയോജക മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. ഈ നിയോജക മണ്ഡലത്തിൽ ഒരു തവണ മാത്രമാണ് UDF ജയിച്ചത്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന MLA-യുടെ കാലത്താണ് ആ ഒരേ ഒരു MLA നമുക്കിവിടെ ഉണ്ടായത്. അന്നാണ് ഈ സംസ്ഥാനത്ത് ഈ പ്രദേശത്ത് പ്രധാനപ്പെട്ട ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, എംപ്ലോയ്മെന്റ്, SH ആയാലും ഫയർ സ്റ്റേഷൻ ആയാലും ലേബർ ഓഫീസിലായാലും ജഡായും ടൂറിസം പദ്ധതിയായാലും ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞു. എങ്കിൽ തുടർന്നുള്ള കാലങ്ങളിൽ ഇവിടെ മന്ത്രിയുടെ കഴിഞ്ഞ ജാഥ ഇവിടെ ഉണ്ടായിരുന്നു. ഈ നാട്ടിലൊരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാട്ടുവാൻ ബഹുമാനിയായ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തണം. അങ്ങനെ ഉള്ള ഒരു സംരംഭത്തിലാണ് നമ്മൾ ജാഥയുമായി എത്തിച്ചേർന്നത്. ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട നേതാക്കൾക്ക് നമുക്ക് കൊടുക്കാനുള്ള ഉറപ്പ്, വരുന്ന ഏപ്രിൽ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ Thank you.
ഞാൻ ഇപ്പോഴും വെച്ചിരുന്ന വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അവിടെ മനസ്സിലായില്ല കേട്ടോ. ഏപ്രിൽ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മെയ് മാസം ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ UDFന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുവാൻ UDFന്റെ ഒരംഗത്തെ തെരഞ്ഞെടുക്കുവാനുള്ള കർമ്മ പദ്ധതികളിൽ ഓരോ ജനാധിപത്യ വിശ്വാസികളും വ്യാപൃതരാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം സ്പോർട്സ് സംഘത്തിന്റെ ചെയർമാനായാണ്. ഈ വേദിയിലേക്ക് ആരും തന്നെ കയറി വരുന്നത്. സ്വീകരണം അവസാന സമയത്താണ്. യോഗം കഴിഞ്ഞതിന് ശേഷമാണ് സ്വീകരണം. ഒരാളിനെ പോലും ആരും തന്നെ കയറി വരുന്ന യോഗം അലങ്കോലപ്പെട്ടു. അതുകൊണ്ടാണ് വേറെ കാര്യങ്ങളല്ല. അതുകൊണ്ട് യോഗത്തിന്റെ അധ്യക്ഷൻ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ സ്പോർട്സ് സംഘത്തിന്റെ ചെയർമാൻ കൂടിയാണ്. ഈ യോഗം വിജയിപ്പിക്കുന്നതിന് നമ്മൾ ഒരാളായി ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സുഹൃത്ത് MM നസീറിനെ ഈ പൊതുസമ്മേളന വേദിയിലേക്ക് UDFന് വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു മലയാളിയുടെയും അഭിമാനമായി മാറിയ ഇന്ത്യൻ പാർലമെന്റിലെ കേരളത്തിന്റെ തനിമ, കേരളത്തിന്റെ അഭിമാനമായി മാറിയ പ്രിയപ്പെട്ട MP NK പ്രേമചന്ദ്രൻ അവരുടെ സവിനയം ഈ സമ്മേളന വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനമായ ഭാവി കേരളത്തിന്റെ വാഗ്ദാനമായി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന കേരളം കണ്ട ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ജാഥയുടെ ക്യാപ്റ്റനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെയധികം സ്നേഹാദരവോടുകൂടി ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഓരോ UDF പ്രവർത്തകന്റെയും പേരിൽ ആത്മാർത്ഥമായ സ്വാഗതം അർപ്പിക്കുകയാണ്. ജയിലിൽ ഉപേക്ഷിക്കുന്ന UDFന്റെ ജില്ലാ ചെയർമാൻ കോൺഗ്രസിന്റെ ബഹുമാന്യനായ നേതാവ് ശ്രീ KC രാജൻ അവരുടെ ഈ സമ്മേളന വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ഷാനവാസ് ഖാൻ, അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജെർമിയാസ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ജെർമിയാസ് KP സെക്രട്ടറി, അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിമാനമായ നമ്മുടെ ചർച്ചകളിലെല്ലാം സജീവ സാന്നിധ്യമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഹിൻ വളരെ സ്നേഹാദരപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസിന്റെ നേതാവ് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട വാക്കനാട് രാധാകൃഷ്ണൻ അവരുടെ സവിനയം ഞാൻ സ്വാഗതം ചെയ്യുന്നു. UDFന്റെ ബഹുമാനീയനായ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് അവരുടെ സവിനയം ഞാൻ പറയുന്നു. ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. ഞാൻ DC പ്രസിഡന്റ് അങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. കേരളത്തിന്റെ ഈ കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഏറ്റവും സത്യസന്ധനായ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാധ്യനായ രാജേന്ദ്ര പ്രസാദ് സാറിനെ സവിനയം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, എങ്കിലും ഓടിച്ചെന്ന് പറഞ്ഞോളാൻ എന്താ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഞാൻ കൂടുതൽ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പുറത്താവേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒന്ന് പറയുന്നു. കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീകുമാർ, പ്രിയപ്പെട്ട ശ്രീ ബിനു, ഇവരെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായിട്ടുള്ള M ഇലിയാസ് റാവുത്തർ, അഡ്വക്കേറ്റ് മോഹനൻ, VT സിബി, D ചന്ദ്രബോസ്, KG സാബു, PO സാജൻ, അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ ശരത്ത് എന്നിവരെ സവിനയം സ്വാഗതം ചെയ്യുന്നു. ഘടകകക്ഷി നേതാക്കൾ പ്രിയപ്പെട്ട IMLന്റെ മുസ്ലിം UDFന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അംഗം ശ്രീ മുഹമ്മദ് റഷീദിനെ സ്വാഗതം ചെയ്യുന്നു.
സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അൻസറുദ്ദീൻ, കുറുമ്പള്ളൂർ നാസർ, പേരിടം മുദ്ദറുദ്ദീൻ, അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം, വട്ടപ്പാറ നാസിദ്ദീൻ തുടങ്ങിയ, അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് തമീമുദ്ദീന്, അതുപോലെ റനീസ് റഷീദ് എന്നിവരെ സവിനയം സ്വാഗതം ചെയ്യുകയാണ്. RSPയുടെ നേതാക്കൾ പ്രിയപ്പെട്ട മന്നാക്ഷൻ ശ്രീ പൂനേന്ദ്രൻ, ബഹുമാന്യനായ മുസ്തഫ, എല്ലാവരെയും ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. CMPക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ബഹുമാന്യരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ, ഘടകകക്ഷിയുടെ നേതാക്കന്മാർ, വനിതാ കോൺഗ്രസിന്റെ നേതാക്കൾ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ, അതുപോലെ തന്നെ സേവാദളിന്റെ പ്രസിഡന്റ്, പ്രവാസി കോൺഗ്രസിന്റെ പ്രസിഡന്റ്, അതുപോലെ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാർ, KSUവിന്റെ സംസ്ഥാന ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ പേരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ എത്തിച്ചേർന്ന ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ UDFന്റെ പ്രവർത്തകരെയും നാളുകളിൽ UDFന്റെ ഭരണം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ പങ്കാളികളാവുവാൻ ചടയമംഗലത്തിൽ നിന്ന് MLA ഉണ്ടാക്കുവാനുള്ള പ്രതിജ്ഞ ഇവിടെ എടുത്തുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ഏറെ ബഹുമാന്യായ ഉദ്ഘാടകൻ, നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ NK പ്രേമചന്ദ്രൻ, കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ നിലപാടുകളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കേരളത്തിലെ ലോകത്തിലെ മലയാളികളുടെ മുന്നിൽ അഭിമാനമുയർത്തിക്കൊണ്ട്, ശിരസ് ഉയർത്തിക്കൊണ്ട്, വർഗീയ ശക്തികൾക്കെതിരായി, തിന്മകൾക്കെതിരായി അതിശക്തമായ പോരാട്ടം നടത്തുന്ന പുതുയുഗ യാത്രയുടെ, പുതുയുഗ ഭാവിയുടെ നായകൻ ശ്രീ VD സതീശൻ അടക്കമുള്ള ബഹുമാന്യരായ UDF നേതാക്കന്മാരെ, ഇവിടെ ഈ സമ്മേളനത്തെ വിജയിപ്പിക്കുവാനും നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും എത്തിയിരിക്കുന്ന ചടയമംഗലത്തെ ആയിരക്കണക്കിന് പ്രിയപ്പെട്ട UDF നിവാസികളെ, സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. ചടയമംഗലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് UDFന് പാകപരിവുമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 9 പഞ്ചായത്തുകളിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF 5 പഞ്ചായത്തുകൾ നേടി ഇതിന്റെ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷ കോട്ടയായ കുമ്മളടക്കം കോൺഗ്രസ് പിടിച്ചടക്കിക്കൊണ്ട്, UDF പിടിച്ചടക്കിക്കൊണ്ട് ഇവിടെ ഇടതുപക്ഷ ഭരണത്തെ അന്തിമമായി അവസാനിപ്പിക്കുമെന്ന പ്രതിജ്ഞ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും UDF പ്രവർത്തകന്റെയും നെഞ്ചിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ചടയമംഗലം, ചരിത്ര പ്രസിദ്ധമായ ഈ ചടയമംഗലത്ത് ഈ ജനാരവം തടിച്ചുകൂടിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവും ഉദ്ഘാടകനും പറയും. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു പ്രതിജ്ഞയുണ്ട്. ഇവിടെ പ്രയാർ ഗോപാലകൃഷ്ണൻ 5 വർഷം MLA ആയിരുന്നപ്പോൾ 50 വർഷം ഇടതുപക്ഷ പാർട്ടി ഭരിച്ചിരുന്ന ഒരു മണ്ഡലത്തെ 5 വർഷത്തെ ഒരു MLA എന്താണ് വികസനമെന്ന് കാട്ടിക്കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മണ്ഡലത്തെ മാറ്റേണ്ടതുണ്ട് എങ്കിൽ, ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷ മനസ്സുകൾ പോലും UDFന് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മണ്ഡലം എന്ന് പരക്കെ അറിയപ്പെടുന്ന ചടയമംഗലത്തെ മൂവർണ്ണക്കൊടി പാലിക്കുവാൻ ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചതെങ്കിൽ, ആ തീരുമാനത്തിനോടൊപ്പം നിന്നുകൊണ്ട് അതിന് പാകപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ ഈ മണ്ഡലത്തിൽ നിങ്ങൾ നൽകുകയാണെങ്കിൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇവിടെ UDF വിജയിക്കും. UDF തന്നെ ഈ മണ്ഡലം തൂക്കും. ഈ മണ്ഡലം വിജയിക്കും. ഈ മണ്ഡലം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 100 നിയമസഭ മണ്ഡലത്തിലുണ്ടെങ്കിൽ ആ 100-ലുണ്ട്, ഇല്ലെങ്കിൽ 101-ലേക്ക് ഇത് കൂട്ടിക്കോ എന്ന് ഞാൻ ഈ 100 കണക്കിന് പ്രവർത്തകരെ സാക്ഷി നിർത്തി ഇവിടെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ NK പ്രേമചന്ദ്രൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. പ്രിയങ്കരനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി
സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ എം എം നസീർ, സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച കൺവീനർ ശ്രീ ചിത്ര മുരളീധരൻ നായർ, ഈ ജാഥയിൽ പുതുയുഗയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത് ചടയമംഗലത്തിന്റെ വരവേൽപ്പ് ഏറ്റുവാങ്ങാൻ വേണ്ടി സമ്മേളന വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ജാഥയുടെ ക്യാപ്റ്റൻ, കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഒരു മുഖവുരയുടെയും വിശദീകരണത്തിന്റെയും അനിവാര്യതയില്ലാത്ത, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേര് പ്രതിപാദിച്ചതുപോലെ രാഷ്ട്രീയ കേരളം പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാലത്തിന് അനുരോധമായിട്ടുള്ള നേതാവ്, പുതുയുഗ നായകൻ, പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശൻ അവർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റു ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കൾ, പ്രിയമുള്ള മുന്നണി പ്രവർത്തകരെ, സഹോദരങ്ങളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഫെബ്രുവരി മാസം 6-ാം തീയതി ആരംഭിച്ച പുതുയുഗ യാത്ര ഇന്ന് കൊല്ലം ജില്ലയിൽ ചടയമംഗലത്ത് ജടായുവിന് സമീപത്ത് ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശത്ത് അതിനുള്ള സ്വീകരണ സമ്മേളനത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന വിവിധ സ്വീകരണ സമ്മേളനങ്ങളും വിശദീകരണ യോഗങ്ങളിലും ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുപക്ഷെ സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ വിജയിച്ച ഒരു യാത്രയാണ് പുതുയുഗ യാത്ര. കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്ര. ഞാൻ ഈ ജാഥയിലെ യാത്രയിലെ സ്ഥിരാംഗമെന്ന നിലയിൽ 8 ജില്ലകളിലെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായി. ഇതിനു മുമ്പും UDFന്റെ നിരവധി ജാഥകളിൽ, LDFന്റെ ജാഥകളിൽ ജാഥ ക്യാപ്റ്റനായും ജാഥാംഗമായും ഒക്കെ പോകാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ചടയമംഗലത്ത് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ പൊതുജീവിതത്തിൽ, രാഷ്ട്രീയ അനുഭവത്തിൽ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ രാഷ്ട്രീയ അനുഭവത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിസ്മയകരമായ ജനമുന്നേറ്റമാണ് കേരളത്തിൽ പുതുയുഗ യാത്രയിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഞങ്ങളുടെ ആരുടെയും മികവും കഴിവും കൊണ്ട് മാത്രമാണ് എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു മാറ്റം കേരളം ആഗ്രഹിക്കുന്നു. ഒരു ഭരണമാറ്റത്തിന്റെ കാഹളം കേരളത്തിൽ മുഴങ്ങിക്കഴിഞ്ഞു. 10 വർഷക്കാലമായി അധികാരത്തിലിരുന്ന അധോലോക മാഫിയ ഭരണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് അറുതി വരുത്തണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രവർത്തകരടക്കം, ഇടതു ജനാധിപത്യ മുന്നണി പ്രവർത്തകരടക്കം ബഹുജനങ്ങൾ, മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നു ഈ ഭരണം തുടരരുത്. ഒരു മാറ്റം കേരളത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന കവി സച്ചിദാനന്ദനടക്കം, സാറാ ജോസഫ് ടീച്ചർ ഉൾപ്പെടെയുള്ള സാംസ്കാരിക രംഗത്ത് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവരടക്കം പറയുന്നു, ഒരിക്കൽ കൂടി കേരളത്തിൽ CPMന്റെ നേതൃത്വത്തിൽ ഒരു തുടർഭരണ സംസ്ഥാനത്തുണ്ടായ ഈ നാടിന്റെ ഭാവി വിനാശകരമായിരിക്കുമെന്ന് കേരളത്തിലെ ചരിത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ജനനേതാക്കൾ ഒരു മനസ്സോടുകൂടി പറയുന്നു. അപ്പൊ ഒരു സംശയമില്ല, എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം ജാഥ ക്യാപ്റ്റനെയാണ് കേൾക്കാൻ കേരളം ആഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെല്ലാം നിരന്തരം നിങ്ങളുമായി സഹകരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജാഥയുടെ ഏറ്റവും സവിശേഷത, യുണീക്നെസ്, പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 56-ൽ കേരള രൂപീകരണത്തിന് ശേഷമുള്ള രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു യാത്ര ഈ സംസ്ഥാനം ഇതേവരെ കണ്ടിട്ടില്ല. 2 കാര്യം ബഹുജന പങ്കാളിത്തം കൊണ്ടുണ്ടായിട്ടുള്ള കേരളത്തിലെ വൻപിച്ച മുന്നേറ്റം. 1, 2, ഈ ജാഥ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിന്റെ ഏറ്റവും ഒടുവിൽ വെന്റിലേറ്ററിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റേണ്ടുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ള
ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും തകർച്ചയെ സംബന്ധിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ജാഥയല്ല. ഈ തകർന്നടിഞ്ഞ കേരളത്തെ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, വ്യാവസായിക രംഗത്ത്, വാണിജ്യ രംഗത്ത്, സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ, ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ, എന്തിനേറെ പറയുന്നു, മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായിട്ടുള്ള കേരളത്തിന്റെ ജനാധിപത്യ ഘടനയെപ്പോലും ദുർബലപ്പെടുത്തിക്കൊണ്ട് വർഗീയവൽക്കരണത്തിന്റെ മന്ത്രായുധം ഉപയോഗിച്ച് കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുക ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണരീതിക്ക്, അധോലോക മാഫിയ ഭരണത്തിന്, ആ ഭരണത്തിനെതിരായ ജനവികാരം ഉയർത്തുന്നതോടൊപ്പം മാറുന്ന കേരളം എങ്ങനെയായിരിക്കണമെന്ന് കൂടി പുതുയുഗയാത്രയിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നലകളിൽ കേരളം കണ്ടിട്ടുള്ള മുഴുവൻ യാത്രകളിലും നമ്മൾ അധികാര കൈമാറ്റത്തിനു വേണ്ടി ഞങ്ങൾ ബഹുമാനപ്പെട്ട AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ കാസർഗോഡ് ചെന്നൈയിൽ ഈ യാത്രയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ, ഉദ്ഘാടനം ചെയ്തപ്പോ അന്ന് ശ്രീ KCN പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാവരും സംസാരിച്ചു. ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര ഒരു വോട്ട് തേടൽ യാത്രയല്ല. മാറുന്ന കേരളം എങ്ങനെയായിരിക്കണമെന്ന് ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന ഒരു യാത്രയാണ് നവയുഗ യാത്ര. അതുകൊണ്ടാണ് അതിനൊരു പുതിയ പേര്, പുതിയ യുഗപ്പിറവിക്ക് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ സന്ദേശവുമായിട്ടുള്ള യാത്ര. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളോടുള്ള വിശദീകരിക്കുക. ഈ യാത്രയിൽ ഉണ്ടായിട്ടുള്ള ബഹുജന പങ്കാളിത്തവും ഈ യാത്ര കേൾക്കാൻ, ഈ യോഗം കേൾക്കാം അടുത്തും അകലെയുമായി നിൽക്കുന്നത് കോൺഗ്രസിന്റെയും UDFന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, നിഷ്പക്ഷ സമൂഹം, വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായിട്ടുള്ള ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവർ UDFനെ കേൾക്കാൻ, പ്രതിപക്ഷ നേതാവിനെ കേൾക്കാൻ ഒഴുകിയെത്തുന്നുവെന്നുണ്ടെങ്കിൽ മാറുന്ന കേരളം എങ്ങനെയായിരിക്കണമെന്നുള്ള UDFന്റെ സമഗ്ര വീക്ഷണം, കാഴ്ചപ്പാട് അത് ജനങ്ങൾ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്നുകൊണ്ട് സ്വീകരിക്കുന്നു. ഇത് തിരിച്ചറിയുന്ന CPM, തിരിച്ചറിഞ്ഞ പിണറായി വിജയനും കൂട്ടരും. ഞാൻ നാടകത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. ഏറ്റവും ഒടുവിൽ നടന്ന രാഷ്ട്രീയ നാടകവും പത്തനംതിട്ടയിൽ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ നാടകം, ആരോഗ്യരംഗത്തെ പ്രശ്നം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയും. അതിനും അപ്പുറത്ത് ഞങ്ങൾ ഒരു കാര്യം ഈ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM പുറത്തെടുത്ത വജ്രായുധമാണ് വർഗീയത. മതപരമായ വിഭാഗീയതയിലൂടെ രാഷ്ട്രീയ ധ്രുവീകരണം സൃഷ്ടിച്ച് കേരളത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് തുടർഭരണം സാധ്യമാക്കാൻ കഴിയുമോ എന്ന അവസാനത്തെ പരീക്ഷണം, അപകടകരമായ ആപൽക്കരമായിട്ടുള്ള പരീക്ഷണം. 2018 ലോക്സഭാ സീറ്റുകളും UDF ജയിച്ചപ്പോ ഈ ചടയമംഗലം ഉൾപ്പെടുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 1.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചപ്പോ നല്ലതുപോലെ പിണറായി വിജയനും CPMന് മനസ്സിലായി കേരളത്തിലെ മതേതര ജനവിഭാഗവും മതന്യൂനപക്ഷ വിഭാഗവും പൂർണ്ണമായും കോൺഗ്രസിനോടൊപ്പം, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേരിവൽക്കരിക്കപ്പെട്ടു. ഇനി അതിനെ ദുർബലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വർഗീയത ഉപയോഗിക്കണം. അതിന് അന്ന് തുടങ്ങി ന്യൂനപക്ഷ വിരുദ്ധതയുടെ പ്രചരണം നടത്തി ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന അപകടകരമായിട്ടുള്ള ഒരു നയത്തിന്, ഒരു തന്ത്രത്തിന് CPM തുടങ്ങി. അതിന്റെ പരിണത ഫലമല്ലേ ഇന്ന് കേരളത്തിൽ കാണുന്ന സാമൂഹിക അന്തരീക്ഷത്തെ സമുദായവൽക്കരിക്കുന്ന, വർഗീയവൽക്കരിക്കുന്ന നിലപാടുകൾ, ശ്രീ AK ബാലൻ നടത്തിയ പ്രതികരണങ്ങൾ, സജി ചെറിയാൻ മലപ്പുറം ജില്ലയിൽ അടക്കമുള്ള ജില്ലകളിൽ UDFന് ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തിയപ്പോ സജി ചെറിയാൻ പ്രസംഗിച്ചതെന്നാണ്. സജി ചെറിയാൻ പറഞ്ഞു, മലപ്പുറത്ത് ജനപ്രതിനിധികളായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ പേര് പരിശോധിച്ചാൽ അറിയാം ഈ കേരളം എങ്ങോട്ടാണ്. നരേന്ദ്രമോദി പറഞ്ഞ ഭാഷയും സജി ചെറിയാനും പിണറായി വിജയനും പറയുന്ന ഭാഷയും തമ്മിൽ എന്താ വ്യത്യാസം? ഡൽഹിയിൽ വർഗീയ കലാപം നടന്നപ്പോൾ ഇതേ നരേന്ദ്രമോദി സമാന സുപ്രഭാതത്തിൽ പറഞ്ഞു, വർഗീയ കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വേഷം കണ്ടാൽ അറിയാം
ആരാണ് ഈ കൂട്ടമെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ അതാണ് ഞങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമാണ്. ഞാൻ ഒന്നുകൂടി പച്ചയായി തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം പറഞ്ഞാൽ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ പിന്തുണ ലഭിക്കുമെന്ന വില കുറഞ്ഞ തരം താണ അപകടകരമായിട്ടുള്ള ആപൽക്കരമായിട്ടുള്ള ഒരു നയം, ആ നയം BJP എന്ത് സ്വീകരിക്കുന്നുവോ അതിന് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ സാമുദായികമായ വിഭാഗീയതയും മതപരമായിട്ടുള്ള ധ്രുവീകരണവും അതിനുള്ള രാഷ്ട്രീയമായ നേട്ടവും കൈവരിച്ചുകൊണ്ട് മൂന്നാം മൂഴവും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള അത്യന്തം ആപൽക്കരമായിട്ടുള്ള നയമാണ് എടുത്തുപയോഗിക്കാൻ വേണ്ടി ഇന്ന് CPM കേരളത്തിൽ പരിശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവിനെതിരെ ഉറഞ്ഞുതുള്ളി. ഞങ്ങൾ അഭിമാന ബോധത്തോടു കൂടി പറയുന്നു, വർഗീയതയുടെ വജ്രായുധം ഉപയോഗിച്ച് UDFന്റെ നേതൃത്വത്തെ പരിഹസിക്കാൻ പരിശ്രമിച്ചപ്പോ ആ പരിഹസിക്കാൻ പരിശ്രമിച്ച വർഗീയ ശക്തികളുമായി സന്ധി ചേരുകയായിരുന്നില്ല, മറിച്ച് മതേതര നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനം വാരോളം ഉയർത്തിക്കെട്ടുന്നതിന് നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ് ഇന്ന് ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സമയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളം ആഗ്രഹിക്കുന്നതാണ് വർഗീയതയ്ക്കെതിരെ വർഗീയ വിരുദ്ധതയുടെ രാഷ്ട്രീയം, മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം, വിഭജനത്തിനെതിരെ യോജിപ്പിന്റെ രാഷ്ട്രീയം. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതുപോലെ പകയുടെയും വിദ്വേഷത്തിന്റെയും സ്ഥാനത്ത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും കടകൾ തുറക്കുക. ആ മഹത്തരമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പൈതൃകം, പാരമ്പര്യം അത് ഏറ്റെടുത്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി നടത്തുന്ന ഉജ്ജ്വലമായ ഈ രാഷ്ട്രീയ ക്യാമ്പയിൻ വരാനിരിക്കുന്ന കേരളത്തെ രൂപപ്പെടുത്താൻ പോകുന്ന ഏറ്റവും വലിയ സന്ദേശം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഇവിടെ ശ്രീ MM നസീറും ശ്രീ മുരളിയും സൂചിപ്പിച്ചതുപോലെ ഈ ചളയമംഗലം നിയോജക മണ്ഡലം നമുക്ക് വീണ്ടെടുത്തേ മതിയാവും. ശ്രീ പ്രയാറിന് ശേഷം പലപ്പോഴും തലമാറിയ വ്യത്യാസത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ചളയമംഗലം നിയോജക മണ്ഡലം ഈ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടെടുക്കാൻ കഴിയും. 10 പഞ്ചായത്തുകളിൽ 10 പഞ്ചായത്തിൽ 5 പഞ്ചായത്തിൽ കുമ്മിൾ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയ്ക്ക് 9 പഞ്ചായത്തിൽ 5 എണ്ണം. കുമ്മിൾ എന്ന് പറഞ്ഞാൽ കളക്കൽ പഞ്ചായത്തിൽ ഭരിച്ചുണ്ടായ കുമ്മിൾ പാർട്ടി ഗ്രാമം പൊതുപ്രവർത്തനം നടത്താൻ ഞാൻ പാർലമെന്റ് അംഗമായി ലോക്സഭാംഗമായി തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോ കണക്കൽ പല ബൂത്തുകളിലും UDFന്റെ ബൂത്തേ തന്നില്ല. സ്ഥാനാർത്ഥി ചെല്ലുന്നത് കൊണ്ട് വളരെ ദൂരെ നിന്ന് പതുങ്ങി നമ്മുടെ പ്രവർത്തകർ വരുന്നു. സംഘടനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട കണക്കൽ കുമ്മിൾ പ്രദേശങ്ങളിൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുമ്മിൾ പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ വിജയം കൈവരിച്ചെങ്കിൽ 9 പഞ്ചായത്തിൽ 5 പഞ്ചായത്തിൽ UDF ജയിച്ചു തിളക്കമാർന്ന വിജയം കൈവരിച്ചുവെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അനായാസകരമാണെന്ന് ഞാൻ പറയുന്നില്ല. ആയാസപ്പെട്ടാൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയം കൈവരിക്കാം. ആ ഉത്തരവാദിത്വമാണ് ഈ ജാഥയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ചടയമംഗലത്തിന്റെയും രാഷ്ട്രീയമാകുന്നു. സമീപകാലത്തല്ലേ ദീർഘകാലമായി 45 വർഷക്കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിരവധി വേദികളെ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള സഖാവ് മുസ്തഫ അടക്കമുള്ളവർ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറിയെങ്കിൽ, അതുപോലെ കടക്കൽ സായിദാസ് ഉൾപ്പെടെയുള്ളവർ, കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ്, കർഷക ബാങ്കിന്റെ പ്രസിഡന്റ് അടക്കം സായിദാസും മുസ്തഫയും ഉൾപ്പെടെയുള്ള 100 കണക്കിന് പ്രവർത്തകർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറിത്തീർന്നത് മാറുന്ന കേരള രാഷ്ട്രീയത്തിന് അനുരോധമായി ചടയമംഗലത്തിന്റെ രാഷ്ട്രീയവും മാറുന്നു. ആ മാറുന്ന രാഷ്ട്രീയത്തെ തെരഞ്ഞെടുപ്പ് വോട്ടാക്കി മാറ്റി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അത്യുജ്വലമായ വിജയത്തിന് വഴിയൊരുക്കുന്നതാക്കി മാറ്റി തീർക്കണമെന്ന് വിനയപുരസ്സരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചതിനേക്കാൾ ഗംഭീരമായ ഭൂരിപക്ഷത്തോടെ UDFന്റെ പ്രതിനിധിയെ ഈ പ്രാവശ്യം കേരള നിയമസഭയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മത്തിന് നമ്മൾ ഇന്ന് ചടയമംഗലത്ത് തുടക്കം കൊടുക്കുന്നു. ആ ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ജാഥയുമായി ഇവിടെ എത്തിച്ചേർന്ന ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇവിടെ നേരത്തെ മുദ്രാവാക്യത്തിൽ സൂചിപ്പിച്ചതുപോലെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന അഭിമാന ബോധത്തോടെ രാഷ്ട്രീയ കേരളം വിശേഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഹാർദമായി ചടയമംഗലത്തിന്റെ ചരിത്രമുറങ്ങുന്ന ജടായുവിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദ്യം. പ്രിയമുള്ളവരെ, UDFന്റെ നിരവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാൻ, അതുപോലെ UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ KC രാജൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ MR അൻസാർ അടക്കമുള്ള ഒട്ടേറെ നേതാക്കളുണ്ട്. നമുക്ക് പ്രതിപക്ഷ നേതാവിന്റെ ജാഥ ക്യാപ്റ്റന്റെ വാക്കുകൾ കേൾക്കാനാണ് എല്ലാവരും ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തെ ജാഥ ക്യാപ്റ്റനെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ, ബഹുമാന്യനായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പാർലമെന്റിലെ ഇന്ത്യ മുന്നണിയുടെ കൂടി കരുത്തായ പ്രിയങ്കരനായ ശ്രീ NK പ്രേമചന്ദ്രൻ, വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ നെഞ്ചിലേറ്റിയാണ് നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുന്നത്. അവരുടെ അഭിലാഷം ഈ 10 വർഷക്കാലത്തെ ഈ ദുർഭരണം അവസാനിപ്പിച്ച് ഒരു പുതുയുഗപ്പിറവി ഉണ്ടാകണം എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് സകല മേഖലകളിലും തകർന്നടിച്ചിരിക്കുകയാണ്. ഒരു നാടിന്റെ ഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതിന്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അതിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. നട്ടെല്ല് തകർന്നാണ് ഇന്ന് കേരളം കിടക്കുന്നത്. അടുത്ത മാസം പിണറായി വിജയൻ അധികാരത്തിനോട് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് നമ്മുടെ കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. ഇതെല്ലാം നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തെ ഗൗരവതരമായി ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, കേരളം മുഴുവൻ ഇന്ന് ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുക. എന്റെ ഓർമ്മയിലില്ല, എല്ലാ ബാങ്കുകളിൽ നിന്നും ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുക. സാധാരണ ജനങ്ങൾ കടക്കണിയിലാണ്. ജീവിതത്തിന്റെ രംഗറ്റവും കൂട്ടിമുട്ടിക്കാൻ ആളുകൾ പ്രയാസപ്പെടുന്നു. എന്തൊരു ജീവിത ചെലവാണ്! കഴിഞ്ഞ 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. വേറെ ആർക്കും വിട്ടുകൊടുക്കൂല 1ാം സ്ഥാനം വിലക്കയറ്റത്തിൽ. മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കോടികളാണ് ഗവൺമെന്റ് കൊടുക്കാനുള്ളത് സപ്ലൈകോയ്ക്ക്. അവരെങ്ങനെ ഇടപെടാൻ കഴിയും? ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല. മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. KSRTC തകർന്നു. ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന UDF ഭരണകാലത്ത് 47,000 ജീവനക്കാരുണ്ടായിരുന്ന KSRTCയിൽ ഇപ്പോൾ 22,000 ജീവനക്കാരാണ്. 5,000 ഷെഡ്യൂൾ ബസ് ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ 2,000 ഷെഡ്യൂളായി കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് തകർന്നുകൊണ്ടിരിക്കുക. വൈദ്യുതി ബോർഡ് നമ്മുടെ കാലത്ത് നമ്മളെ ലാഭത്തിലാക്കി.
22 പൈസ കുറച്ചു കൊടുത്തു. നമ്മൾ ലാഭത്തിലാക്കിയ വൈദ്യുതി ബോർഡ് ഇപ്പോൾ അതിന്റെ കടം എത്രയാണെന്ന് അറിയാമോ? 50,000 കോടിയാണ്. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി 5ാമത് കൂട്ടാൻ വേണ്ടി എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഭാരം മുഴുവൻ സാധാരണക്കാരുടെ തലയിലേക്കാണ് വരുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. 7 ക്ഷേമനിധികൾ തകർന്നു. ജീവനക്കാർ, പെൻഷൻകാർ, അധ്യാപകർ, അവർക്ക് ഗവൺമെന്റ് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടിയാണ്. കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് കേരളത്തെ ഇവർ ചവിട്ടി താഴ്ത്തി. എന്നിട്ട് ഖജനാവിൽ പൂച്ച പറ്റിറക്കിയാണ്. 5 നയാ പൈസ ഇല്ല. എല്ലാം തകർത്തിട്ടാണ് ഇവർ നിൽക്കുന്നത്. നമുക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ഇനി നമ്മൾ കേവലം പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് വരേണ്ട മുന്നണി കൂടിയാണ്. ഇവരെവിടെയെല്ലാം കേരളത്തെ തകർത്തോ അവിടെയെല്ലാം നമുക്ക് നമ്മുടെ കേരളത്തെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം. സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തണം. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി നല്ല സമഗ്രമായ പരിപാടികളുമായി, കർമ്മ പരിപാടികളുമായിട്ടാണ് മുമ്പോട്ട് വരുന്നത്. ഇവർ തകർത്ത സമ്പദ് വ്യവസ്ഥയെ നമ്മൾ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന്. ഇന്ന് അതിൽ അടിവരയിടുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വ്യാപകമായി കേരളത്തിലെ ആരോഗ്യ രംഗം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വലിയൊരു നാടകം കണ്ണൂരിൽ നടത്തിയത്. ശ്രീ പ്രേമചന്ദ്രൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തൊരു അഭിനയമായിരുന്നു! ഓസ്കാർ അവാർഡിന് ശുപാർശ ചെയ്യേണ്ട അഭിനയമാണ് ആരോഗ്യമന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കാണിച്ചത്. ആ എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞത്? KSUക്കാര് പോയി അവരുടെ പെടലി തിരിച്ചു, അവരുടെ കൈ വളച്ചൊടിച്ചു. പച്ചക്കള്ളം പറയുന്ന നേതാക്കൾ CPM-ന്റെ തലപ്പത്തിരിക്കുന്നു. അവര് വ്യാപകമായി കള്ളപ്രചരണം നടത്തി, അക്രമം നടത്തി, എല്ലാത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അവരെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യ രംഗത്തെ ആരോഗ്യവതിയാക്കി കേരളത്തിലൂടെ നടത്താൻ കൃത്യമായ ആരോഗ്യ രേഖ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കി കഴിയുമ്പോൾ ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സക്കായി കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളം മാറും. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാകും, കാർഷിക രംഗത്ത് മാറ്റമുണ്ടാകും. ഞാൻ പറയുന്നു, ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, അതുപോലെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, പാചക തൊഴിലാളികൾ, ലോട്ടറി തൊഴിലാളികൾ, KSRTC പെൻഷൻകാർ, അങ്ങനെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും സംരക്ഷിക്കാനുള്ള പദ്ധതികൾ UDF-ൽ ഉണ്ടാകും. കാർഷിക മേഖലയിൽ സമഗ്രമായ ഒരു പാക്കേജ് വരുന്നു. എല്ലാ രംഗത്തും കേരളത്തെ മാറ്റിയെടുക്കാനാണ് UDF വരുന്നത്. നമ്മൾ വരുന്നത് കേരളം ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ വരുന്നത് കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെടും. ശ്രീ പ്രേമചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഗീയതയ്ക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കും. ആരും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പറയേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, വരാനിരിക്കുന്ന തലമുറകൾക്ക് ഇവിടെ ജീവിക്കണം. അവര് ജീവിക്കുന്ന കേരളത്തിലെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ഒരു കാരണവശാലും UDF സമ്മതിക്കില്ല. ഏത് കൊലകൊമ്പൻ വന്ന് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. വോട്ട് ബാങ്കിൽ നിന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വന്നാൽ വോട്ട് ബാങ്ക് കയ്യിൽ വെച്ചോ, വർഗീയത പറയരുതെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം UDF കാണിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലേക്ക് തിരിച്ചു വരും. ഈ കേരളത്തിൽ നമ്മൾ മാറ്റമുണ്ടാക്കും. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഇനി നമ്മുടെ കേരളം പിന്നിലേക്ക് നടക്കില്ല. ഇനി നമ്മുടെ കേരളം മുന്നിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. അതിനാണ് നമ്മൾ എല്ലാവരും പോരാളികളെ പോലെ പെരുമാറുന്നത്. 100-ലധികം സീറ്റുമായി
ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള മുഴുവൻ ദൗത്യവും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നമ്മൾ പോരാളികളെ പോലെ പ്രവർത്തിച്ച് ഈ നാടിന്റെ അഭിലാഷം എന്താണ്, നാടിന്റെ ഹൃദയവികാരം എന്താണ് എന്ന് മനസ്സിലാക്കി ശക്തമായി നിലകൊള്ളണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി UDFന്റെ എല്ലാ ആളുകളെയും പ്രത്യേകിച്ച് പേര് വിളിക്കുന്നില്ല. അദ്ദേഹം അടുത്ത എഴുകോടിലേക്ക് പോകേണ്ടതുണ്ട്. റംസാൻ മാസമാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വരി വരിയായി വരുന്നതാണ്. സ്വീകരിച്ചതൊക്കെ തന്നെയും പുറത്തേക്ക് പോകേണ്ടതാണ്. യാതൊരു കാരണവശാലും സ്റ്റേജിൽ നിൽക്കാൻ അനുവദിക്കുന്നതല്ല. സ്വീകരണം കഴിഞ്ഞ് പുറത്തേക്ക് പോകേണ്ടതാണ്. ഒരു കാരണവശാലും അവിടെ കൂടി നിൽക്കാൻ അനുവദിക്കുന്നതല്ല. ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ KSUവിന്റെ സ്വീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും സ്വീകരിച്ചതിന് ശേഷം സ്റ്റേജ് വിട്ട് പുറത്തു പോകേണ്ടതാണ്. അടുത്ത RSPയുടെ നേതാക്കൾ സ്വീകരിക്കുന്നു. ഓരോ വ്യക്തികളും സ്വീകരണം കഴിഞ്ഞ് പുറത്തേക്ക് പോകേണ്ടതാണ്. സ്വീകരണം കഴിഞ്ഞു. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്. ചെയ്യും.